கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாகட்டும். கர்த்தாவின் விசுத்த நாமத்திற்கு மகிமை உண்டாகட்டும். இந்த கன்வென்ஷன் கூட்டத்தில் முதல் நாள் காலை கூட்டத்திற்கு வருகை தந்திருக்கிற உங்கள் யாவருக்கும் ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் எங்களுடைய அன்பின் வாழ்த்துக்களை நாங்கள் உங்களுக்கு தெரியப்படுத்துகிறோം. നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ യോഗത്തിൻ്റെ ഒന്നാമത്തെ പകൽ യോഗത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊള്ളും. നമ്മുടെ ധ്യാനത്തിற்காக யோவானுக்கு எழுதின சுவிசேஷம் 15ஆம் அதிகாரம் 7ஆம் வசனத்திற்கு உடைய கவனத்தை திருப்பும்படியாக நாங்கள் விரும்புகிறோம். നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 15ആം അധ്യായം 7ആം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, அது നിങ്ങൾക്ക് കിട്ടും. நீங்கள் என்னிலும் என் வார்த்தைகள் உங்களிலும் நிலைத்திருந்தால் நீங்கள் கேட்டுக்கொள்வது எதுவோ அது உங்களுக்கு செய்யப்படும். கர்த்தராகிய இயேசு கிறிஸ்து இந்த உலகத்தில் இருந்ததான வேளையில் அநேக ஆவிக்குரிய சத்தியங்களை நமக்கு வெளிப்படுத்தி தந்திருக்கிறார். കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അനേക ആത്മീയ സത്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. யோவானுக்கு எழுதினதான சுவிசேஷத்தை நாம் வாசிக்கிறதான வேளையில் கர்த்தராகிய இயேசு கிறிஸ்து அவரில் நிலைத்திருக்கிறதான ஒரு தேவனுடைய பிள்ளைக்கு அவன் வேண்டிக் கொள்வது எதுவோ அதெல்லாம் அவனுக்கு கிடைக்கும் என்று சொல்லி இருக்கிறதாக நாம் வாசிக்கிறோம். കർത്താവായ യേശു ഇവിടെ പറയുന്നത് തന്നിൽ വസിക്കുന്ന ഒരുവന് എന്തെല്ലാം ഇച്ഛിക്കുന്നുവോ അപേക്ഷിക്കുന്നുവോ അത് നിശ്ചയമായും അവനിൽ നിന്ന് ലഭിക്കും എന്നാകുന്നു പറയുന്നത്. தேவனில் கர்த்தரில் வாசம் பண்ணும்படியாக நாம் எவ்விதமான ஆவிக்குரிய அனுபவத்துக்குள்ளாக கடந்து வர வேண்டும் என்பதை குறித்து ചുരുക്കமாக ചില കാര്യങ്ങളെ உங்களுக்கு ஞாபகப்படுத்தும்படியாக நாங்கள் விரும்புகிறோம். അങ്ങനെയെങ്കിൽ ദൈവത്തിൽ വസിക്കേണ്ടത് ആവശ്യമാകുന്നു. ദൈവത്തിൽ വസിക്കുന്നത്, കർത്താവിൽ വസിക്കുന്നത് എങ്ങനെ എന്നും അതിനെന്തെല്ലാം പടികൾ ആവശ്യമാകുന്നു ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കാൻ പോകുന്നു. വേദാഗമത്തിൽ അനേക ആവിക്കുரிய സത്യങ്ങളെ നാം വാസിத்து വിളங்கிக் கொள்ள முடியும். വേദപുസ്തകത്തിൽ അനേക തിരുവെഴുത്തിന്റെ സത്യങ്ങളെ നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയും. ஆவிக்குரிய ജീവിതത്തിൽ ഒരു தேவனுடைய பிள்ளை நிலைநிற்பதுதான் அவருடைய ஆசீர்வாதத்திற்கு முதலாவது படியாக காணப்படுகிறது. ആത്മീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ നിലനിൽക്കുന്നതാണ് തന്റെ അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ കാരണം. எந்த ஆசீர்வாதத்தையும் நாம் பெற்றுக்கொள்ளும்படியாக நாம் தேவனுடைய ஆவிக்குரிய சத்தியங்களில் நாம் நிலைநிற்க கடமைப்பட்டிருக்கிறோம். ഏത് അനുഗ്രഹങ്ങൾ നാം സ്വായത്തമാക്കണമെങ്കിൽ നാം ദൈവത്തിൽ വസിക്കേണ്ടുന്നത് വളരെ അത്യന്താപേക്ഷിതമാകുന്നു. இந்த காரியங்களை உங்களுக்கு ஞாபகப்படுத்தும்படியாக யோவானுக்கு எழுதின 1ஆம் நிருபம் 2ஆம் அதிகாரத்திலிருந்து 7 விதமான சில காரியங்களை தேவனுடைய வசனத்தில் இருந்து உங்களுக்கு ஞாபகப்படுத்தும்படியாக நாங்கள் விரும்புகிறோம். ഈ വിഷയം നിങ്ങളോട് പ്രസ്താവിക്കേണ്ടതിനായി യോഹന്നാൻ എഴുതിയ ലേഖനം 1ആം അധ്യായം 1ആമത്തെ ലേഖനം 2ആം അധ്യായത്തിൽ നിന്ന് 7 വിധമായ കാര്യങ്ങളെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. இந்த வசனங்களை நாம் வாசிக்கவும் அந்த வசனத்தில் உள்ள ஆவிக்குரிய சத்தியங்களை நாம் விளங்கிக் கொண்டு அந்த ആവിക്കുரிய അനുഭവത്തിൽ നിലനിൽക്കുമ്പടിயாக കർത്തർ നമുക്ക് ഉദവി ചെയ്യട്ടെ. ഈ വചനങ്ങളിലുള്ള ആത്മീയ സത്യം നാം മനസ്സിലാക്കുകയും ആ ആത്മീയ സത്യത്തിനനുസരിച്ച് നാം കർത്താവിൽ വസിക്കുവാനും നിലനിൽക്കുവാനും ഇടയായി തീരട്ടെ. 1 യോവാൻ 2ആം அதிகாரம் 6ആം വചനത്തെ നാം വാസിക്കുമ്പോൾ ആദ്യമായി 1 യോഹന്നാൻ 2ആം അധ്യായം 6ആം വാക്യം വായിച്ചാൽ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു. அவருக்குள் நிலைத்திருக்கிறேன் என்று சொல்லுகிறவன் அவர் நடந்தபடியே தானும் நடக்க வேண்டும். அவருக்குள் நிலைத்திருக்கிறேன் என்று சொல்கிறவன் അവൻ നടന്നപടിയെ താനും നടക്ക வேண்டும். അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നത് പോലെ നടക്കേണ്ടതാകും. അവരിൽ വസിக்கிறதான அல்லது நிலைநிற்கிறதான ஒவ்வொரு மனிதனும் அவர் நடக்கிறது போல நடக்க வேண்டும். அவர்கள்தான் அவரில் നിലനിൽക്ക முடியும். ആകയാൽ കർത്താവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അഥവാ വസിക്കണമെങ്കിൽ കർത്താവ് നടന്നത് പോലെ നടക്കേണ്ടതാകും. ദേവനുക്ക് മഹിമയുണ്ടാകട്ടെ, കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. അവരോട് കൂടെ ചേർന്ന് അല്ല അഥവാ അവരിൽ അവർ നടന്നതുപോലെ നാം നടക്കുമ്പോൾ അവരിൽ നമുക്ക് നിലനിൽക്ക முடியும் എன்கிறதான സത്യത്തെ നാം ഇങ്ങ വാസിത്ത് വിളങ്ങിക്കൊള്ളുகிறோம். കർത്താവിനോട് കൂടെ ചേർന്ന് നാം നടക്കുമ്പോൾ നിശ്ചയമായും അവനിൽ വസിക്കുന്ന ഒരു അനുഭവമാകുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദേവനോട് കൂടെ നാം നടക്കുന്നതാன വേളയിൽ നാം എவ்விதமான ആശീർവാദങ്ങളെ നമ്മുടെ ആവിക്കുரிய ജീവിതത്തിൽ നാം പെற்றுക്കൊள்ள முடியும்.
ദൈവത്തോട് നടക്കണമെങ്കിൽ അഥവാ നടക്കുമ്പോൾ ഏത് വിധത്തിലുള്ള അനുഗ്രഹങ്ങളാകുന്നു നാം പ്രാപിക്കുന്നത്? ஒரு தேவனுடைய பிள்ளை தேவனோடு கூட நடக்கும்போதுதான் அவரில் நிலைநிற்க முடியும். ഒരു ദൈവ പൈതൽ ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ മാത്രമാകുന്നു കർത്താവിൽ വസിപ്പാൻ ഇടയാകുന്നത്. இந்த காலங்களில் நாம் தேவனில் வாசம் பண்ண அவரில் நிலைத்திருக்க நாம் அவரோடு கூட நடத்தப்படுகிறதான ஒரு ஆவிக்குரிய அந்த നിലവറത്തുക്കുള്ളാக നാം കടന്നു വര വേണ്ടിയ അവശ്യമായിരിക്കും. ഈ കാലഘട്ടങ്ങളിൽ നാം കർത്താവിൽ വസിക്കേണ്ടതിനായും അവനിൽ നിലനിൽക്കേണ്ടതിനായും ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ആത്മീക അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. എബ്രായർക്ക് എഴുതിയ നിരുപം 11-ാം അധികാരം 5-ാം വചനത്തിൽ ഏനോക്ക് എன்கிறதான ഒരു ദേവ മനുഷ്യനെ കുറിച്ച് നാം വാസിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഹാനോക്ക് എന്ന ദൈവ പുരുഷനെ കുറിച്ച് നാം കാണുന്നു. അവർ ദേവനോട് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നാർ എന്ന് ആദിയാഗമം 5-ാം അധികാരം 24-ാം വചനത്തിൽ சொல்லப்பட்டிருக்கிறது. താൻ ദൈവത്തോടു കൂടി നടന്നു വന്നിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം കാണുന്നു. ഇங்கே அவர் தேவனோடு கூட நடந்தபடியினால் தேவன் அவரை எடுத்துக்கொண்டார். எடுத்துக்கொள்ளப்படுவதற்கு முன்பாக அவருக்கு நல்ல ஒரு சாட்சி கிடைத்ததாக நாம் வாசிக்கிறோம். എന്നാൽ ഈ 5-ാം വാക്യത്തിൽ താൻ ദൈവത്തോടു കൂടി നടന്നു കൊണ്ടതിനാൽ ദൈവം അവനെ എടുത്തു എന്നും എന്നാൽ ദൈവം താൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നൊരു നല്ല സാക്ഷ്യവും താൻ പ്രാപിപ്പാനിടയായി. ദേവനോട് കൂടെ നടക്കുന്നതാണ് മനുഷ്യനുക്ക് താൻ നല്ല ഒരു സാക്ഷിയെ പെற்றுകൊള്ള முடியும். ദൈവത്തോടു കൂടെ നടക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ നല്ലൊരു സാക്ഷ്യം പ്രാപിപ്പാൻ കഴിയും. നമുക്കും தெரியும் നാം ദേവനോട് കൂടെ നടക്കുമ്പോൾ നമ്മുടെ ആവിക്കുரிய ജീവിതം എவ்விதமாக കാണപ്പെടുമെന്ന്. നമുക്കും അറിയാം നാം ദൈവത്തോടുകൂടി നടക്കുമ്പോൾ നമ്മുടെ ആത്മീയ അനുഭവം എങ്ങനെയായിരിക്കുമെന്ന്. ദേവനിൽ നിന്ന് നാം എങ്ങയാவது വിലകി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുகிறதான പ്രശ്നങ്ങളെയും നാം അറിഞ്ഞിരിக்கிறோம். ദൈവത്തിൽ നിന്ന് നാം എങ്ങനെയെങ്കിലും അകന്ന് മാറിപ്പോകുമ്പോൾ നമ്മുടെ ജീവിതം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും നമുക്കറിയാം. കർത്തരിൽ നിലനിൽക്കുന്നതാണ് ഓരോ മനുഷ്യനും അവർ നടന്നതുപോലെ അവൻ നടക്കുമ്പടിയാക അവൻ പ്രയാസപ്പെടുகிறாൻ. അതற்காக അവൻ വാഞ്ചിக்கிறாൻ. കർത്താവിൽ വസിക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് നടക്കുന്നത് പോലെ നടക്കുവാൻ വേണ്ടി താൻ പ്രയത്നിക്കുന്നു, അധ്വാനിക്കുന്നു. எனவேதான் தாவீது சங்கீதம் 17-ாம் அதிகாரத்தில் என்னுடைய கால்கள் உம்முடைய அடிச்சுவடுகளில் இருந்தது என்று சொல்லி இருக்கிறார். അതുകൊണ്ടാകുന്നു സങ്കീർത്തനക്കാരനായ ദാവീദ് 17-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വന്നതായി നാം കാണാൻ முடியும். ദാവീദിന്റെ ജീവിതത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായതായി നാം കാണാം. അവരുടെ ജീവിതത്തിൽ വന്നതാണ് യുദ്ധങ്ങളെയും അവരുടെ ജീവിതത്തിൽ വന്നതാണ് പ്രശ്നങ്ങളെയും നാം பார்க்கும்போது அந்த மனிதன் எப்போதே அழிந்து போயிருக்க வேண்டும். തന്റെ ജീവിതത്തിൽ വന്നതായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നാം ഒന്ന് വിശകലനം ചെയ്താൽ എന്നേ ദാവീദ് നശിച്ചു പോകേണ്ടതായിരുന്നു. തന്റെ ജീവിതത്തിൽ ദേവനുടേതാണ് അടിച്ചുവടുകളെ അവർ പിൻപറ്റുகிறதான ഒരു അനുഭവത്തെ നാം കാണാൻ முடியும். എന്നാൽ തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കാൽ ചുവടുകളെ പിൻപറ്റുന്ന ഒരു അനുഭവം നാം കാണുന്നു. அந்த நிலவரத்துக்குள்ளாக ஜீவித்தபடியால் தாவீது ബലപ്പെട്ട് വന്നதாக വേദത്തിൽ നാം വാസിக்கிறோம். ആ ഒരു അനുഭവത്തിൽ ജീവിച്ച് വന്നതുകൊണ്ട് ദാവീദ് ബലം പ്രാപിച്ച് മേൽക്കുമേൽ ബലം പ്രാപിച്ചു വന്നതായി നമുക്ക് കാണാം. നാം ദേവനെ പോലെ മാറ്റപ്പെട നാം അവരുടെ അടിച്ചുവിടൽ അവരിൽ നിലത്തിരുക്ക അവർ നടന്നതുപോലെ നാം നടക്ക വേണ്ടിയത് ആവശ്യമായിരിക്കുന്നു. ആകയാൽ നാം ദൈവത്തിൽ നിലനിൽക്കണമെങ്കിൽ, കർത്താവിൽ വസിക്കണമെങ്കിൽ കർത്താവ് നടന്നതുപോലെ നാമും നടക്കേണ്ടത് അത്യന്താപേക്ഷിതമാകുന്നു. அந்த விஷயத்தை குறித்து நாம் கொஞ்சம் ஆழமாக சிந்திக்கிறதான வேளையில ആ വിഷയത്തെക്കുറിച്ച് നാം ആഴമായി ചിന്തിക്കുമ്പോൾ ഹോസിയ 11-ാം അധികാരം 3-ാം വചനത്തിൽ എഫ്രൈമെ ആണ്ടവർ കരം പിടിച്ച് നടക്ക അവനെ പഴക്കുവിത്തதாக നാം വാസിக்கிறோം. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവം എഫ്രൈമിനെ കരം പിടിച്ച് നടക്കുവാൻ ശീലിപ്പിച്ചു എന്ന് നാം കാണുന്നു. ഒരു മനുഷ്യൻ നടക്ക വേണ്ടുമെന്നാൽ അവനെ കൈപിടിച്ച് നടക്ക വയ്ക്ക വേണ്ടിയത് ആവശ്യമായിരിക്കണം. ഒരു മനുഷ്യൻ നടക്കണമെങ്കിൽ തന്റെ കരം പിടിച്ച് തന്നെ നടത്തേണ്ടുന്നത് അത്യന്താപേക്ഷിതമാകും. அந்த குழந்தைகளை அவர்களை நடக்கும்படியாக பெற்றோர்கள் அவர்கள் கைப்பிடித்து அவர்களை நடக்க பழக்க வைப்பது നമുക്ക് കാണலாம். ഒരു കുഞ്ഞിനെ ആദ്യമായി നടത്തുമ്പോൾ നിശ്ചയമായും മാതാപിതാക്കൾ ആ കുഞ്ഞിന്റെ കരം പിടിച്ച് കൈക്ക് പിടിച്ച് നടക്കുവാൻ ശീലിപ്പിക്കുന്നതായി നമുക്ക് കാണാം. இப்படி ஆண்டவர் ஒவ்வொரு மனிதனையும் அவனை நடக்கும்படி பழக்குவிக்கிறார்.
ഇതുപോലെ നമ്മുടെ കർത്താവ് ഓരോ മനുഷ്യനെയും തന്നോടുകൂടെ നടക്കേണ്ടതിനായി ശീലിപ്പിക്കുന്നു അഥവാ അഭ്യസിപ്പിക്കുന്നു. நாம் அவரில் நிலைத்திருக்கும்படியாக அவர் நடக்கிறது போல நாம் நடக்க வேண்டும். அதற்காக ஒரு பழக்கம் நமக்கு தேவையாயிருக்கு. ആകയാൽ കർത്താവിൽ നിലനിൽക്കണമെങ്കിൽ നാം അവൻ നടക്കുന്നത് പോലെ അഥവാ നടന്നതുപോലെ നാമും നടക്കേണ്ടുന്നതാകുന്നു. എന്നാൽ അതിനൊരു അഭ്യാസം, ഒരു ശീലം നമുക്ക് ആവശ്യം. தேவன் தன்னுடைய நீதிமான்களை குறித்து சொல்கிறதான ஒரு சாட்சி இவ்விதமாய் நாம் காண்கிறோம். ദൈവം തന്റെ നീതിമാന്മാരെ കുറിച്ച് പറയുന്ന സാക്ഷി പ്രകാരം നാം കാണുന്നു. എബ്രേയർ 10:38 என்னுடைய நீதிமான் விசுவாசத்தினாலே ஜீவிக்கிறான் என்று சொல்லப்பட்டிருக்கு. ഇബ്രായ ലേഖനം 10:38 വായിക്കുന്നത് പോലെ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതേ വചനത്തെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ നിരുപത്തിൽ എടുത്ത് എഴുതുന്നതാണ് വേളയിൽ അതേ വാക്യത്തെ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ എടുത്ത് എഴുതുമ്പോൾ 5-ാം അധ്യായത്തിലേക്ക് കൂടി ഗവനത്തെ കൊണ്ടുവരുമ്പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ നാം തരിസിത്ത് നടവാമൽ വിശ്വാസിത്ത് നടപ്പോം എന്ന് சொல்லப்பட்டிருக்கு. ഞങ്ങൾ കാഴ്ചയാലേ അല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇங்கே தரிசித்து நடக்காமல் விசுவாசத்தினால் நடக்கிறதான காரியத்தை குறித்து பவுல் கொரிந்திய நிருபத்தில் எழுதுகிறார். ഇവിടെ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നതെന്ന് പ്രതിപാദിക്കുന്നു. നാം അവരിൽ നിലനിൽക്കുമ്പടിயாக അവർ നടന്നതുപോലെ നാമും നടക്ക வேண்டும். ആകയാൽ നാം കർത്താവിൽ വസിക്കേണ്ടതിനായി കർത്താവ് നടന്നതുപോലെ നാമും നടക്കേണ്ടുന്നവരാണ്. ആവിക്കുரிய ജീവിതത്തിൽ വിശ്വാസത്തിൽ നടക്കുന്നതാണ് அந்த ആവിക്കുரிய അനുഭവത്തെ നാം ഒരു നാളും വിട്ടുവിടக்கூடாது. ആകയാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ വിശ്വാസത്താൽ നടക്കുന്ന ഒരു ആത്മീക അനുഭവമുണ്ട്. അത് നാം ഒരിക്കലും ഉപേക്ഷിക്കരുത്. തരിശത്ത് നടക്കാமல் വിശ്വാസത്താൽ നാം നടക്ക പഴക്കപ്പെട വേണ്ടിയത് ആവശ്യം. കാഴ്ചയാൽ അല്ല, നാം വിശ്വാസത്താൽ നടക്കുവാൻ വേണ്ടി ശീലിക്കണം. ஒவ்வொரு தேவனுடைய பிள்ளைகளும் உங்களுடைய ஆவிக்குரிய ജീവിതത്തിൽ വിശ്വാസത്താൽ നിങ്ങൾ നടക്കുம்படியாக പഴക്കപ്പെട വേണ്ടിയത് ആവശ്യം. ഓരോ ദൈവമക്കളും ഒരു ദൈവ പൈതലും തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്താൽ നടക്കുവാൻ പരിശീലിക്കണം. அந்த വിശ്വാസത്താൽ നാം നടക്കുന്നതാണ് വേളയിൽ നമ്മുടെ ജീവിതത്തിൽ ആണ്ടവരിൽ നിന്ന് അനേക ആശീർവാദത്തെ നാം പെற்றுകൊള്ള முடியும். അങ്ങനെ നാം വിശ്വാസത്താൽ നടക്കുവാൻ പരിശീലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് അനേക ആത്മീക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയും. ആബ്രഹാമുடைய ജീവിതത്തിൽ அப்படி വിശ്വാസത്താൽ നടന്നபடியினால் ஆண்டவர் அவர் பெரிய சீமானாக பெரிய ஒரு ஆசீர்வதிக்கப்பட்டதான ഒരു മനുഷ്യനാக ആണ്ടവർ അവരെ മാറ്റിവിട്ടാர். അബ്രഹാം എന്ന പിതാവ് ദൈവത്തോടുകൂടി നടന്നതുകൊണ്ട് ദൈവം അവനെ ഒരു മഹാസമ്പന്നനായി ഐശ്വര്യമായി അനുഗ്രഹിച്ചതായി നാം കാണുന്നു. അവർ പുറപ്പെടുമ്പോൾ അവർക്ക് ഒന്നുമേ ഇല്ല. താൻ തന്റെ സ്വന്തം ദേശം വിട്ട് പുറപ്പെടുമ്പോൾ തനിക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദേവൻ കാണിക്കുന്നതാണ് அந்த தேசத்திற்கு പോകുம்படியாக അവർ അழைக்கப்பட்டார். കർത്താവ് ദൈവം കാണിപ്പാനിരുന്ന ഒരു ദേശത്തേക്ക് താൻ വിളിക്കപ്പെടുവാനിടയായി. அந்த அழைப்பை பெற்றுக்கொண்டு താൻ നടക്ക ആരംഭിച്ചാർ. ആ വിളി അഥവാ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് താൻ നടക്കുവാൻ തുടങ്ങി. நீங்களும் ஆண்டவராയ இயேசு கிறிஸ்துவின் அழைப்பை பெற்றுக்கொண்டு இந்த ஆவிக்குரியதான അനുഭവத்துக்குள்ளாக நீங்கள் വഴി നടത്തപ്പെടുகிறீர்கள். നിങ്ങളും ഇതുപോലെ കർത്താവിൽ നിന്നൊരു വിളി അഥവാ ഒരു ക്ഷണം സ്വീകരിച്ച് ഈ ആത്മീയ അനുഭവത്തിൽ നടക്കുവാനായി പുറപ്പെട്ടവരാണ്. நீங்கள் விசுவாசத்தோடு நடப்பீர்கள் என்றால் ஆண்டவர் உங்களுக்கு எல்லாவிதமான ஆவிக்குரிய சரீர பிரகாரமான ஆசீர்வாதங்களை தந்து அவருக்குள்ளாக നിലനിൽക്കുമ്പടിயாக அவர் உங்களுக்கு ഉദവി ചെയ്യുവാർ. നിങ്ങൾ വിശ്വാസത്തോടുകൂടി നിങ്ങൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ, വിശ്വാസത്താൽ നടക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനേക വിധമായ ആത്മീക അനുഗ്രഹങ്ങളും ശാരീരിക അനുഗ്രഹങ്ങളും ദൈവം നൽകി തന്നിൽ വസിക്കുവാൻ നിലനിൽക്കുവാൻ ഇടയാക്കി തീർക്കും. ആബ്രഹാമുക്ക് പലവിധമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ പലവിധമായ പ്രതികൂലങ്ങൾ ഉരുത്തിരിയുവാൻ ഇടയായി. വിശ്വാസത്താൽ നടക്കുന്ന ഒവ്വൊരു ദേവനുடைய പിള്ളേർക്കും പലവിധമായ പരിശോധനകൾ ഒരുവേള ഉങ്ങളുടെ ജീവിതത്തിൽ വരലാം. വിശ്വാസത്തിൽ ജീവിക്കുവാൻ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൈവമക്കൾക്കും പലവിധമായ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ നേരിടുവാനിടയായി തീരും. ദേവനാൽ നടത്തപ്പെടുമ്പടിயாக அழைக்கப்பட்டிருக்கிறதான വിശ്വാസത്തിൽ നടക്കുന്നതാണ് ഉങ്ങളെ കർത്തർ
கடைசி வரை பாதுகாக்க அவர் உண்மையுள்ள தேவனாயிருக்கிறார். ദൈവത്താൽ നടത്തപ്പെടുവാൻ, ദൈവത്തോട് കൂടെ നടത്തപ്പെടുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളെ കർത്താവ് നിശ്ചയമായും അവസാന നിമിഷം വരെയും അത്ഭുതകരമായി കാത്തു സൂക്ഷിക്കും. எந்த சோதனை வந்தாலும் அப்ரஹாமை ஆண்டவர் ஒரு நாள் கைவிடவில்லை. ഏത് പരിശോധന വന്നിട്ടും അബ്രഹാമിനെ ദൈവം ഒരിക്കലും ഉപേക്ഷിച്ചില്ല. അബ്രഹാമിന്റെ എല്ലാ தேவைகளுக்கும் அவர் போதுமானவராയിരുന്നു. അബ്രഹാമിന്റെ സകല ആവശ്യങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം മതിയായവനായിരുന്നു. இந்த காலை வேளையில் ஆண்டவரே தரிசித்து நடக்காமல் விசுவாசத்தால் நடக்க எனக்கு கிருபை தாரும் என்று நீங்கள் ஆண்டவரிடத்தில் வேண்டிக் கொள்ள வேண்டும். ഇന്ന് പ്രഭാതത്തിൽ, ഇന്ന് പകൽ സമയത്ത് കർത്താവേ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുവാൻ എന്നെ അഭ്യസിപ്പിക്കണമേ എന്ന് നിങ്ങൾ എല്ലാവരും ദൈവത്തോട് അപേക്ഷിക്കണം. ஒவ்வொரு தேவனுடைய பிள்ளைகளுடைய விசுவாசத்தை கர்த்தர் பெருகும்படியாக செய்வாராம். ഓരോ ദൈവ പൈതലിന്റെയും വിശ്വാസത്തെ കർത്താവ് വർദ്ധിപ്പിക്കുവാൻ ഇടവരുത്തട്ടെ. விசுவாசம் நம்முடைய உள்ளத்திற்கு வந்துவிட்டால் நாம் நம்முடைய பிரச்சனைகளுக்கு முன்பாக ஒரு சிங்கத்தை போல தைரியம் உள்ளவர்களாയി മാറ്റപ്പെടും. ഈ വലിയ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ നാം സിംഹതുല്യരായി കാണപ്പെടും. எப்படிப்பட்டதான எதிர்ப்புகள் வந்தாலும் நாம் தைரியம் உள்ளவர்களாയി കാണപ്പെടും. ഏത് വിധത്തിലുള്ള എതിർപ്പുകൾ, പ്രയാസങ്ങൾ നമുക്ക് നേരിട്ടാലും നാം സധൈര്യം അതിനെ നേരിടുവാൻ ഇടയാകും. അബ്രഹാം പിന്മാറി പോകാமல் മുൻപാக கடந்து போகிறதை நாம் காண்கிறோம். അബ്രഹാം ഒരിക്കലും പിന്നോട്ട് പോകാതെ തന്റെ ജീവിതത്തിൽ മുന്നേറി പോകുന്നതായി നാം കാണുന്നു. இந்த காலை வேளையில் ஆண்டவரே விசுவாசத்தில் நடக்க எனக்கு உதவி செய்யும் என்று நாம் ஆண்டவரிடத்தில் வேண்டிக் கொள்வோமா. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, വിശ്വാസത്താൽ നടക്കുവാൻ, ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. ஆபிரகாமை ஆசீர்வதித்த ஆண்டவர் இந்த பகல் வேளையில் இந்த பந்தலில் உங்களையும் நடத்தும்படியாக ആശീർവദിക്കുമ്പടിயாக അവർ ഇங்கே ഉലാവിக் കൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവം ഇന്ന് പകൽ സമയത്ത് ഈ പന്തലിൻ കീഴിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. നീ എപ്പിടിപ്പെട്ടതാണ് പരിശോധനയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദേവനുடைய പിള്ളയായിരുന്നാലും ആണ്ടവരുടെ കരം ഉന്നെ പിടിച്ചിരിക്കും എന്നാൽ அந்த கரம் உன்னை நடத்த போதுமானது. നീ ഏത് വിധത്തിലുള്ള പരീക്ഷയിലൂടെ കടന്നുപോയാലും കർത്താവിന്റെ കരം നിന്നെ വാസ്തവമായി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതിൽ കൂടി നടത്തുവാൻ, നിന്നെ സൂക്ഷിക്കുവാൻ ആ കരത്തിന് ശക്തിയുണ്ട്. അവരിൽ നിലത്തിരിക്കുമ്പടിയാക അവർ നടന്നതുപോലെ നാമും നടക്കുമ്പടിയാക ആണ്ടവർ വിരുമ്പുகிறார். കർത്താവിൽ വസിക്കണമെങ്കിൽ നാം കർത്താവ് നടന്നതുപോലെ നാമും നടക്കേണ്ടതാകുന്നുവെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ദേവനുடைய പിള്ളை വിശ്വാസത്തിൽ നടക്ക வேண்டும். ഒരു ദൈവ പൈതൽ വിശ്വാസത്താൽ നടക്കണം. വിശ്വാസത്തിൽ അവர்கள் നടക്ക പഴക്കുവിക്കുമ്പടിயாக ആണ്ടവർ അവர்களை വനാന്തരത്തിൽ കൊണ്ടുവന്നதாக വേദത്തിൽ വാസിக்கிறோம். എന്നാൽ വിശ്വാസത്തിൽ നടക്കുവാൻ അഭ്യസിപ്പിക്കേണ്ടതിനായി ദൈവം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നതായി നമുക്ക് കാണാം. യാത്രാഗമം 13-ാം അധികാരം 21-ാം വചനത്തിൽ നമ്മുടെ ഗവനത്തെ തിരുപ്പുമ്പോൾ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യം നാം വായിക്കാം. പകലും രാത്രിയും അവர்கள் നടക്കുம்படியாக அவர்களுக்கு அக்னி ஸ்தம்பத்திலும் மேக ஸ்தம்பத்திலும் தேவன் அவர்களை வழிநடத்தி வந்தார் என்று சொல்லப்பட்டிருக்கு. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നതായി നാം കാണുന്നു. ഒരു தேவனுடைய பிள்ளை நடக்கும்படியாக അവർക്ക് വഴികാട്ടുம்படியாக தேவன் മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും അവർക്ക് തന്നെ വെളിപ്പെടുത്തിയதாக നാം കാണുന്നു. ഒരു ദൈവ പൈതൽ ഈ വിധത്തിൽ വിശ്വാസത്തിൽ നടക്കേണ്ടതിനായി കർത്താവ് മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും അവരോടുകൂടെ നടക്കുന്നതായി നാം ഇവിടെ കാണുന്നു. ഒരു നാളും വനാന്തരത്തിൽ അവർ നമ്മെ കൈവിട മാട്ടാം. ഈ മരുഭൂമി യാത്രയിൽ ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുകയില്ല. അവർക്ക് എപ്പിടിപ്പെട്ടതാണ് പ്രശ്നങ്ങൾ വന്നാലും ദേവൻ അവരെ அந்த വനാന്തരത്തിൽ അവരെ പോഷിപ്പിച്ച് അവരെ നടത്തിയதாக നാം വേദത്തിൽ വാസിക്കുന്നു. അവർക്ക് എന്തെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വന്നെങ്കിലും ഒരിക്കലും കൈവിടാതെ മരുഭൂമിയിൽ ഈ ദൈവം അവരെ പോഷിപ്പിച്ച് അവരുടെ എല്ലാ தேவைകൾക്കും അവർ പോതുമാനവരായിരുന്നു. അവരുടെ സകല ആവശ്യങ്ങൾക്കും ഈ ദൈവം മതിയായവൻ തന്നെയായിരുന്നു. അവർ നടക്കുന്നത് പോലെ നടക്കുന്ന ഓരോ ദേവനുடைய പിള്ളേർക്കും അവരെല്ലാവറ്റും പോതുമാണ് ദേവനായിരിക്കണം. താൻ നടക്കുന്നത് പോലെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഈ ദൈവം സകലത്തിനും സകലവുമായിരിക്കുന്നു. இந்த வனாந்தர ജീവിതത്തിൽ നടത്തപ്പെടുന്നതാണ് ஒவ்வொரு தேவனுடைய பிள்ளைகளுக்கும்
അവരെല്ലാവറ്റുക്കും പോതുമാണ് ദേവനായിരിക്കുന്നത്. ഈ മരുഭൂമി യാത്രയിൽ സഞ്ചരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും അവൻ സകലത്തിനും സകലവുമായി മതിയായവനായി കൂടിയുണ്ട്. അവർ ഉങ്ങളെ നടത്തുகிறது போல നിങ്ങൾ പോവീர்கள் என்றார். അവൻ നിങ്ങളെ നടത്തുന്നത് പോലെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ അവർ ഉങ്ങളെ നടത്തുகிறது போல നിങ്ങൾ പോകുம்படியாக ഒപ്പുകൊടുப்பீர்கள் என்றார். അവൻ നിങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ നടക്കുവാൻ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ இந்த ஜனம் தேவனால் வனாந்தரத்து வழியாக நடத்தப்பட்டு ഒരു ആശീർവദിക്കപ്പെട്ടതാണ് ഒരു കനാനുക്കുള്ളാக അവർ പ്രവേശിத்தார்கள். ഈ ജനം ഈ മരുഭൂമി വഴിയായി നടന്ന് അവസാനം ഒരു അനുഗ്രഹിക്കപ്പെട്ട കനാൻ ദേശത്തെ സ്വന്തമാക്കുവാനിടയായി. தேவனால் நடத்தப்பட்டதான அந்த வேளையில் അനേക വിധமான പരിശോധനകൾ അവർക്ക് വനാന്തരത്തിൽ വന്നത്. ദൈവത്താൽ നടത്തപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ പലവിധമായ പരീക്ഷകൾ പരിശോധനകൾ ആ മരുഭൂമി യാത്രയിൽ അനേക ശത്രുക്കൾ അവർക്ക് വിരോധമായി വന്നാர்கள். അനേക ശത്രുക്കൾ അവർക്ക് വിരോധമായി എഴുന്നേറ്റ് വന്നു. ചില കസപ്പാന അനുഭവത്തുക്കുള്ളാக അവர்கள் നടത്തപ്പെട്ടാർ. ചില കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി അവർ കടന്നു പോകാൻ ഇടയായി. പലവിധமான യുദ്ധങ്ങളെ അവர்கள் നേരിട വേണ്ടിയതായിരുന്നു. അനേക യുദ്ധങ്ങളെ പോരാട്ടങ്ങളെ അവർ നേർക്കുനേർ നേരിടുവാൻ ഇടയായി. അവരെ നടത്തിയതാണ് ദേവൻ അവരെ കൈവിടവിல்லை. എന്നാൽ അവരെ നടത്തിയവനായ ദൈവം ഒരിക്കലും അവരെ കൈവിട്ട് കളഞ്ഞില്ല. இந்த காலை வேளையில் உன்னை நடத்துகிறதான தேவன் ஒரு நாள் உன்னை கைவிடாதவர். உனக்காக அவர் அதை இந்த വനാന്തരത്തിൽ ഉന്നെ നടത്തുമ്പടിயாக ഉന്നെ അழைத்து കൊണ്ടുവന്നിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ അറിഞ്ഞുകൊള്ളുക, നിന്നെ നടത്തുവാനായി കരം പിടിച്ചിരിക്കുന്ന കർത്താവ് ഒരിക്കലും നിന്നെ കൈവിടാതെ നടത്തുവാൻ ശക്തൻ തന്നെയാകുന്നു. അവരാൽ നാം നടത്തപ്പെടുമ്പോൾ നാം അവർക്കുൾ നിലനിൽത്തിരിക്ക முடியும். അങ്ങനെ കർത്താവിനാൽ നാം നടത്തപ്പെടുമ്പോൾ നാം കർത്താവിൽ വസിക്കുന്നവരായി തീരും. ഒരു ദേവനുடைய പിള്ളை അവരിൽ നിലനിൽത്തിരിക്ക അവർ നടന്നതുപോലെ താനും നടക്ക வேண்டும். ഒരു ദൈവ പൈതൽ കർത്താവിൽ വസിക്കണമെങ്കിൽ കർത്താവ് നടന്നതുപോലെ താനും നടക്കേണ്ടതാകുന്നു. இரண்டாவதாக 1 யோவான் 2ஆம் அதிகாரம் 10ஆம் வசனத்துக்கு நம்முடைய கவனத்தை திருப்பும்போது, രണ്ടാമതായി 1 യോഹന്നാൻ 2ആം അധ്യായം 10ആം വാക്യത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. தன் சகோதரனிடத்தில் அன்பு கூறுகிறவன் ஒளியிலே நிலை கொண்டிருக்கிறான், அவனிடத்தில் இடரல் ஒன்றுமில்லை. இங்கே நாம் வாசிக்கிறதான இந்த வேத பகுதியை நாம் கவனிக்க வேண்டியது அவசியமாயிருக்கு. ഈ വായിച്ചു കേട്ട വേദഭാഗം നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാകുന്നു. தன் சகோதரனிடத்தில் அன்பு கூறுகிறவன் ஒளியில் நிலை கொண்டிருக்கிறான், അവനിടത്തിൽ இடரல் ஒன்றுமில்லை. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. അനേക കാര്യങ്ങളിൽ ഇന്ന് നാം ഇടറിപ്പോകുന്നതാണ് അനുഭവത്തെ നമുക്ക് കാണാൻ കഴിയും. അനേക വിഷയങ്ങളിൽ നാം എല്ലാവരും ഇടറിപ്പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആത്മീയ ജീവിതത്തിൽ അനേക കാര്യങ്ങളിൽ നമ്മെ ഇടറുമ്പടിയാക ശത്രു പലവിധത്തിലും നമ്മോട് പോരാടിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു കാലഘട്ടത്തിൽ നാം കടന്നു വന്നിരിക്കണം. ആത്മീയ ജീവിതത്തിൽ നാം എല്ലാവിധേനയും ഇടറിപ്പോകേണ്ടതിന് വേണ്ടി ശത്രു നമ്മെ പല വിധത്തിൽ നടത്തുന്നതായി, നമ്മോട് പോരാടുന്നതായി നമുക്ക് ഈ നാളുകളിൽ ദർശിപ്പാൻ കഴിയും. ആത്മീയ ജീവിതത്തിൽ അനേക ഇടറലുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ആത്മീയ ജീവിതത്തിൽ അനേക വിധമായ ഇടർച്ചകൾ നമുക്കുണ്ടാകാം. ஆனால் நாம் அவருக்குள் நிலைத்திருந்தால் இந்த இடரல் നമ്മുടെ ജീവിതത്തിൽ വരാതെപടിക്ക് നാം പാതുകാക്കപ്പെടുക. എന്നാൽ നാം കർത്താവിൽ നിലനിന്നാൽ ഈ ഇടർച്ച നമ്മുടെ ജീവിതത്തിൽ വരാതെ നാം സൂക്ഷിക്കപ്പെടുവാൻ ഇടയാകും. കർത്താവായ യേശു ക്രിസ്തുവിനും ഇടറൽ വന്നதாக വേദത്തിൽ നാം വാസിத்து വിളങ്ങിക്കൊള്ള முடியும். കർത്താവായ യേശു ക്രിസ്തുവിന് പോലും ഇടർച്ച ഉണ്ടായതായി വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 16ആം അധ്യായത്തിലേക്ക് കൂടി ഗവനത്തെ തിരുപ്പുന്നതാണ് വേളയിൽ. മത്തായി എഴുതിയ സുവിശേഷം 16ആം അധ്യായത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ, அப்போது கர்த்தராகிய இயேசு பேதுருவை திரும்பி பார்த்து, எனக்கு பின்னாக போ சாத்தானே, நீ எனக்கு இடராயிருக்கிறாய் என்றார். അപ്പോൾ കർത്താവായ യേശു പ്രകാരം പറയുന്നു, അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനേ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. அவரோ திரும்பி பேதுருவை பார்த்து, எனக்கு பின்னாக போ சாத்தானே, நீ எனக்கு இடரலாய் இருக்கிறாய். നീ എനിക്ക് ഇടറലായിരിക്കണം. 23ആം വാക്യം പത്രോസിനോട് യേശു പ്രകാരം പറയുന്നു, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. எப்போது இந்த பேதுரு ஆண்டவருக்கு இடரலாக மாற்றப்பட்டார்? എപ്പോഴാണ് പത്രോസ് യേശുവിന്
ഒരു ഇടർച്ചയായി കാണപ്പെട്ടത്? எப்போது அவர் அந்த இடரல் அவருக்குள்ளாக வந்தது என்று நாம் வாசித்து விளங்கிக் கொள்ள வேண்டும். എന്നാൽ എപ്പോഴാകുന്നു പത്രോസ് യേശുവിനോട് ഒരു ഇടർച്ചയായി തീർന്നതെന്ന് ഈ ഭാഗം നാം വായിച്ച് മനസ്സിലാക്കണം. கர்த்தராகிய இயேசு கிறிஸ்துவின் கல்வாரி சிலுவை மரணத்தை குறித்ததான அந்த வெளிப்படுத்தல் அவருக்குள்ளாக நஷ்டப்பட்டதான வேளையில் சாத்தான் இவருக்குள்ளாக புகுந்தது. அப்போது அவர் தேவனுக்கு இடரல் உள்ள மனிதனாയി മാറ്റപ്പെട്ടാர். കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദ്രവവും ക്രൂശ് മരണത്തെ കുറിച്ചുള്ള വെളിപ്പാട് പത്രോസിന് നഷ്ടപ്പെട്ടു പോയപ്പോഴാകുന്നു സാത്താൻ അവനിൽ കടന്നതും യേശുവിന് പത്രോസ് ഒരു ഇടർച്ചയായി ഭവിച്ചതും. ആവിക്കുரிய ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് ഇടറൽ ഉണ്ടാക്കുന്നതാണ് அந்த நிலைமையில் நாம் எப்போது வருகிறோம். ആത്മീയ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയായി തീരുന്നത് എപ്പോഴാണ്? ഇங்கே കർത്താവായ യേശു ക്രിസ്തുവിൻ കൽവാരി ദർശനം ഇളന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ദേവനുക്ക് ഇടറൽ ഉള്ളവനാக മാറ്റപ്പെടുകയാണ്. ഇവിടെ കർത്താവായ യേശുവിന്റെ കാൽവറി ക്രൂശിന്റെ ദർശനം നഷ്ടപ്പെട്ടു പോയപ്പോഴാകുന്നു ഈ മനുഷ്യൻ കർത്താവിന് തന്നെ ഒരു ഇടർച്ചയായി മാറിയത്. നാം അവരിൽ നിലനിൽക്കുമ്പടിയാക നാം ഇടറൽ ഇല്ലാത്തവர்களாக മാറുമ്പടിയാക നാം ദേവനിൽ നാം അൻപു കൂറ വേണ്ടിയത് ആവശ്യം. എന്നാൽ നാം കർത്താവിൽ വസിക്കണമെങ്കിൽ അഥവാ നാം കർത്താവിന് ഇടർച്ചയായി തീരാതിരിക്കണമെങ്കിൽ നാം സ്നേഹം ഉള്ളവരായിരിക്കണം. സഹോദരനോട് അത് അൻപാக இருக்கிறதான மனிதன் அவரில் நிலைத்திருக்கிறான் என்று நாம் வாசிக்கிறோம். സഹോദരനോട് സ്നേഹം ഉള്ള വ്യക്തി താൻ അവനിൽ കർത്താവിൽ വസിക്കുന്നു എന്ന് നാം കാണുന്നു. ആണ്ടവരിൽ നാം നിലനിൽക്കുമ്പടിയാക നാം മറ്റുള്ളവരിൽ അൻപുള്ളവരാக അവരെ നേസിക്കുന്നവരാக നാം മാറ്റപ്പെട வேண்டும். ആകയാൽ നാം കർത്താവിൽ നിലനിൽക്കണമെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കുന്നവരായി തീരണം. இந்த நாட்களில் അനേകരുടെ ജീവിതത്തിൽ അൻപ് കുറയുന്നു പോകുന്നത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ അനേകരുടെ ജീവിതത്തിൽ നിന്ന് സ്നേഹം അപ്രത്യക്ഷമാകുന്നു, നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. இங்கே அப்போஸ்தலனான யோவான் இந்த காரியத்தை மிக தெளிவாக வெளிப்படுத்தி தருகிறார். ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ഈ വിഷയത്തെ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. ஒளியில் ஒரு மனிதன் நிலநிற்க வேண்டும் என்றால் அவன் சகோதரனை நேசிக்கிறவனாக காணப்பட வேண்டும். ഒരു വ്യക്തി വെളിച്ചത്തിൽ വസിക്കണമെങ്കിൽ താൻ സഹോദരനെ സ്നേഹിക്കുന്നവരാകണം. சகோதரனில் அன்பு கூறும்போதுதான் ஒளியில் അവൻ നിലനിൽக்கிறான் என்று നാം വിളങ്ങിக் കൊള്ളണം. സഹോദരനെ സ്നേഹിക്കുമ്പോഴാകുന്നു താൻ വെളിച്ചത്തിൽ വസിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ஒளி என்று சொல்லப்படுவது தேவனை வெளிப்படுத்துகிறது. தேவன் வெளிச்சமாய் இருக்கிறார், அவரில் இருட்டு இல்லை என்று சொல்லப்பட்டிருக்கிறது. ഇവിടെ വെളിച്ചം എന്നത് അത് ദൈവത്തെ തന്നെ പ്രതിപാദിക്കുന്നു. അവനിൽ അഥവാ നമ്മുടെ ദൈവത്തിൽ ഇരുട്ട് അല്പം പോലും ഇല്ല എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. அந்த ஒளியை நாம் நஷ்டப்படுத்தக்கூடாது. ആ വെളിച്ചം നാം നഷ്ടമാക്കരുത്. നാം அந்த வெளிச்சத்தில் நாம் வாசம் பண்ணும்போது, ആ വെളിച്ചത്തിൽ നാം വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് கிடைக்கிறதான അനേക ആശീർവാദങ്ങൾ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്ന അനേക അനുഗ്രഹങ്ങളുണ്ട്. இந்த ஒளி நம்மை அவரோடு ஐக்கியப்படுத்துவதாக 1-ാം അധികാരം 7-ാം വചനത്തിൽ சொல்லப்பட்டிருக்கிறது. ഇത് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഈ വെളിച്ചമാകുന്നു നമ്മെ കർത്താവിനോട് ഐക്യതയുള്ളവരായി അഥവാ കൂട്ടായ്മയുള്ളവരായി മാറ്റുന്നതെന്ന് നാം കാണുന്നു. നാം ஒளியில் இருக்கிறது போல அவர் ஒளியில் இருக்கிறது போல நாமும் ஒளியிலே நடந்தால் ஒருவரோடு ஒருவர் ஐக்கியப்பட்டிருப்போம். അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. ஒளியில் நடக்கும்போது நமக்கு ஒரு ஐக்கியத்தை நாம் அங்கே காண முடியும். ആകയാൽ വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമുക്കൊരു കൂട്ടായ്മ നാം കാണുന്നു. അനേക ഇടങ്ങളിൽ പിരിവിനെയും പകയും ചണ്ടയും ഇപ്പിടിപ്പെട്ടതാന നിലവറങ്ങൾ പെരുകിക്കൊണ്ടിരിപ്പതേ നാം കാണ முடியும். എന്നാൽ ഇന്ന് അനേക സ്ഥലങ്ങളിൽ ഭിന്നതയും പകയും ഈർഷ്യയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നാം കാണുന്നു. ദേവജനങ്ങളിലുള്ളതാന ഐക്യം, അൻപ് ഇതെല്ലാം തണിഞ്ഞു പോകുന്നത്, കുറയുന്നു കൊണ്ടിരിക്കുന്നത്. ദൈവജനത്തിലുള്ള സ്നേഹവും ഐക്യതയും എല്ലാം തണുത്തു പോകുന്നതായി നാം കാണുന്നു. അവരിൽ നിലനിൽക്കുമ്പടിയാക വെളിച്ചത്തിற்குள்ளாக നാം കടന്നു വര வேண்டும். എന്നാൽ നാം കർത്താവിൽ നിലനിൽക്കണമെങ്കിൽ നാം ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരേണം. இந்த ஒளி നമ്മുടെ എല്ലാ പകയും നമ്മിൽ നിന്ന് മാറ്റി വിടുകയാണ്. ഈ വെളിച്ചം നമ്മുടെ എല്ലാ പകയും നമ്മിൽ നിന്ന് അകറ്റി കളയുവാനിടയാകും. നാം ഒരുവർക്കൊരുവർ ഐക്യമുള്ളവരാக മാറ്റപ്പെടും. നാം അന്യോന്യം കൂട്ടായ്മ ബന്ധമുള്ളവരായി ഐക്യതയുള്ളവരായി കാണും. നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യത്തെ നാം കാണ முடியும். നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യത ദർശിപ്പാൻ ഇടയാകും. அந்த குடும்பத்திலுள்ள ஐக்கியத்தை நஷ்டப்படுத்துகிறதான
அந்த வல்லமைகள் எல்லாம் நம்முடைய வீட்டில் இருந்து ஓடிப்போம். കുടുംബത്തിൽ ഉള്ളിൽ നിന്ന് ഐക്യതയെ നഷ്ടമാക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും നമ്മിൽ നിന്ന് അകന്നു പോവാൻ ഇടയാകും. ஒரு முறை நாங்கள் ஒரு ஃபைத்தோம்ல ஜெபித்துக் கொண்டிருக்கிறதான வேளையில ഒരു ദിവസം ഞങ്ങൾ ഒരു വിശ്വാസ ഭവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ அங்கே ஒரு 10 வாலிபர்கள் என்னோடு இருந்து ஜெபித்துக் கொண்டே இருந்தார்கள். ഒരു 10 യൗവനക്കാർ എന്നോട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രി 10 മണിയിലിருந்து 1 മണി വരെ ഞങ്ങൾ ജെപിப்போம். രാത്രി 10 മണിയിൽ നിന്ന് 1 മണി വരേക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. നല്ല ആവിയിൽ ജെപിத்துக் കൊണ്ടിരിക്കുന്നതാன വേളയിൽ നല്ലപോലെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാലിബ സഹോദരൻ ഇവിധமாக ഒരു കാര്യത്തെ சொன்னார். ഒരു യൗവനക്കാരനായ സഹോദരൻ ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ തായ് തപ്പന്മാർക്കാக ജെപിக்க வேண்டும். ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് വിധமான ഐക്യം അവർക്കുള്ളാക ഇല്ല. എൻ്റെ കുടുംബത്തിൽ യാതൊരു വിധമായ ഐക്യതയും അവർക്കിടയിൽ ഇല്ല. അവർക്ക് വേണ്ടി ജെപിக்க வேண்டும். അവർക്ക് വേണ്ടി ഒന്ന് അത് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് பெரிய ദുഃഖമായിരിക്കുന്നു. അത് ഞങ്ങൾക്ക് വലിയ ദുഃഖമായിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൈപിടിച്ച് ആവിയിൽ നിറഞ്ഞ് ജെപിക്കാറ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കരങ്ങളെ ചേർത്ത് പിടിച്ച് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ജെപിத்துக் കൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഒരു ദർശനം കണ്ടു. அந்த வீட்டிலிருந்து நாங்கள் ஜெபிக்கிறதான அந்த வேளையில ஒரு பெரிய அந்தகாரத்தின் இருட்டின் வல்லமை அங்கே இருந்து ஓடி போவதாக அவர் அந்த தரிசனத்தில் பார்த்தார். പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ട ദർശനത്തിൽ ആ ഭവനത്തിൽ നിന്ന് അന്ധകാരത്തിന്റെ ഒരു ശക്തി അവിടെ നിന്ന് വിട്ട് അകന്ന് ഓടിപ്പോകുന്നതായി കണ്ടു. பெரிய ஒரு அற்புதம் அங்கே நடந்தது. അതിനുശേഷം വലിയൊരു അത്ഭുതം അവിടെ നടന്നു. அவர்களுக்கு இடையில் உண்டாயிருந்ததான அந்த ஐக்கியக்கேடெல்லாம் மாறி அவர்கள் கடைசி வரையும் ஐக்கியமாக ஜீவிக்க ஆண்டவர் உதவிச்சார். അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഐക്യതയില്ലായ്മയും മാറുവാനും അവർ അവസാനം വരെ ഐക്യതയോടെ ജീവിപ്പാനും പിന്നീട് ഇടയായി. நம்முடைய ஜீவிதத்தில் நம்முடைய ஐக்கியத்தை இல்லாமல் ஆக்குகிறதான அந்த வல்லமையை நாம் அறிந்து கொள்கிறதாக காணப்பட வேண்டும். നമ്മുടെ ജീവിതത്തിൽ ഈ ഐക്യത നഷ്ടമാക്കുന്ന ദുഷ്ടശക്തിയെ നാം മനസ്സിലാക്കുന്നവരാകണം. അനേകർക്ക് ഇടറുകളെ അനേക കുടുംബങ്ങളിൽ ശത്രു കൊണ്ടുവരുന്നു. അനേക കുടുംബങ്ങളിൽ ഇന്ന് ശത്രു ഇടർച്ചകളെ കൊണ്ടുവരുന്നു. അനേകരുടെ ഐക്യത്തെ അവൻ இந்த നാட்களிൽ ഇല്ലാதபடிക്ക് அதை ഉடைத்துக் கொண்டிருக்கிறார். അനേകരുടെ ഐക്യതയെ നാളുകളിൽ പിശാച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അനേക കുടുംബങ്ങളിൽ അവരുടെ ഐക്യത്തെ അവൻ ഉடைத்து சிதறடித்துக் கொண்டிருக்கிறார். അനേക കുടുംബങ്ങളിൽ കർത്താവ് നൽകിയ ഐക്യത്തെ പിശാച് ചിതറിച്ചു കളയുകയാണ്. அந்த ராத்திரியில் அந்த வீட்டில கிரியை செய்ததான அந்த பொல்லாத வல்லமையை ஆண்டவர் அங்கே இருந்து நீக்கினார். അന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ വീട്ടിൽ പോരാടിയിരുന്ന അന്ധകാര ശക്തിയെ കർത്താവ് പൂർണ്ണമായും തുടച്ചു നീക്കിക്കളഞ്ഞു. இந்த காலை கூட்டத்திற்கு வந்திருக்கிற உங்களுடைய ஜீவிதத்தில் இடர்களை உண்டாக்குகிறதான எல்லா பொல்லாத வல்லமைகளையும் ஆவியினாலே நீங்கள் நிரம்பி அந்த வல்லமையை கடிந்து கொள்வீர்கள் என்றால் இப்போது கர்த்தர் உங்களுக்கு விடுதலை தர போதுமானவராய் இருக்கிறார். ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഐക്യതയ്ക്ക് വിരോധമായി പോരാടുന്ന അന്ധകാര ശക്തിക്ക് വിരോധമായി നീ ആത്മാവിൽ നിറഞ്ഞതിനെ ശാസിച്ച് അകറ്റുകയാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് ഒരു വിടുതൽ ജയം നൽകുവാനിടയാകും. ശത്രു அதற்கு பல காரணங்களை உனக்கு முன்பாக கொண்டு வந்திருக்கலாம். ശത്രു പലവിധമായ കാരണങ്ങൾ അതിന് നിനക്ക് മുമ്പിൽ കൊണ്ടുവന്നേക്കാം. அந்த காரணத்தை நீ பார்த்து கொண்டு அவரோடு ஐக்கியப்பட முடியாதபடிக்கு பல நாட்களாக நீ பாரப்பட்டு கொண்டிருக்கலாம். ആ കാരണങ്ങളെയൊക്കെ നീ ചിന്തിച്ചുകൊണ്ട് അവരോട് ഐക്യപ്പെടാൻ കഴിയുകയില്ലെന്ന് അനേക നാളുകൾ കൊണ്ട് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ஒருவேளை அப்படிப்பட்டதான ஒரு வாழ்க்கை நீ வாழ்ந்து கொண்டிருக்கலாம். ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ இந்த காலை வேளையில் ஆண்டவராய் இயேசு கிறிஸ்து உனக்கு விரோதமாக சத்துரு கொண்டு வந்திருக்கிறதான அந்த வல்லமையை அந்த இடரலை நீக்கும்படியாக തമ്മുடைய വല്ലമയെ இந்த പന്തലിൽ അனுപ്പി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവായ യേശുക്രിസ്തു നിന്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ഇടർച്ചകളെ അകറ്റിക്കളയേണ്ടതിനായി ഈ പന്തലിന്റെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. അനേക തായ് തകപ്പന്മാർ ഹൃദയത്തിൽ വേദനയോടെ இந்த നാட்കളിൽ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്. അനേക മാതാപിതാക്കൾ ഈ നാളുകളിൽ അതിവേദനയോടെ ഹൃദയത്തിൽ കാണപ്പെടുന്നു. അവരുടെ വേദന என்ன എന്ന് കേട്ടാൽ അനേക പിള്ളേരുടെ ജീവിതത്തിൽ சத்துரு கொண்டு வந்திருக்கிறதான இந்த இடர்களை അവർ ചിന്തിച്ച് അവർ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാരം എന്തെന്നാൽ വേദന എന്തെന്നാൽ തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവന്നിരിക്കുന്ന പലവിധമായ ഇടർച്ചകളും ഭിന്നതകളുമാകും. ஒவ்வொரு குடும்பத்தை அழிக்கும்படியாக வல்லமையாய் கிரியை செய்கிறதான அவருடைய எல்லா வல்லமையும் இந்த காலைகளில் நீங்கள் எதிர்ப்பீர்களாக. ഇന്ന് പ്രഭാതത്തിൽ ഓരോ കുടുംബ ജീവിതത്തിലും
പോരാടുന്ന എല്ലാ ഭിന്നതയുടെയും ഇടർച്ചയുടെയും ആത്മാവിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കുക. കരങ്ങളെ ഉയർത്തി ആണ്ടവരെ അന്ന് പൊല്ലാതെ വല്ലമേ ഞങ്ങൾ കടിഞ്ഞു കൊള്ളുகிறோம் എന്റെ ആവിയിൽ നാളെ കടിഞ്ഞു കൊള്ളുങ്ങൾ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവേ നിന്റെ നാമത്തിൽ അങ്ങനെയുള്ള എല്ലാ അന്ധകാര ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ ഇടർച്ചകളെയും ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. ഓരോ ദൈവത്തിന്റെ പൈതങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ അത്ഭുത കരം ശക്തി വെളിപ്പെടുവാൻ ഇടവരട്ടെ. യേശു തിരിഞ്ഞു നോക്കി. യേശു തിരിഞ്ഞു നോക്കി. തനക്ക് ഇടറലായിരിക്കുന്ന அந்த வல்லமையை அவர் பார்த்தார். യേശു തിരിഞ്ഞ് തനിക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന ദുഷ്ടശക്തിയെ കർത്താവ് നോക്കി. ഉനക്ക് പിൻവാക ഇടറலை ഉണ്ടാക്കുന്ന அந்த വல்லமை നീ തിരിഞ്ഞു പാർ. നിനക്ക് പിന്നിൽ ഇടർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തിയെ ഇന്ന് പകൽക്കാലം നീ തിരിഞ്ഞു നോക്കുക. ഉன்னுடைய കുടുംബത്തെ അത് ഉன்னுடைய സമാധാനത്തെ അളിക്കുന്നതാണ് அந்த വல்லமையை തിരിഞ്ഞു പാർ. നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന അന്ധകാര ശക്തിയെ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാട്ടെ. ഉன்னுடைய പിള്ളയുടെ ആശീർവാദത്തെ അളിക്കുന്ന அந்த വல்லமையை തിരിഞ്ഞു പാർ. നിന്റെ കുടുംബത്തിലെ നിന്റെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തെ നഷ്ടമാക്കി കളയുന്ന അന്ധകാര ശക്തിയെ നീ തിരിഞ്ഞു നോക്കിയാട്ടെ. യേശു തിരുമ്പി പാർത്ത് അവനെ കടിഞ്ഞുകൊണ്ട് യേശു തിരിഞ്ഞു നോക്കി ആ ദുഷ്ട ശക്തിയെ ശാസിച്ചു. ഇപ്പോഴേ ആണ്ടവർ ഉനക്ക് അധികാരത്തെ തരുகிறார். ഇന്ന് പകൽക്കാലം കർത്താവ് നിനക്ക് അധികാരം തരികയാണ്. ഉനക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിന് വല്ലമയിലാണ്. നിനക്ക് നൽകിയിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാണ്. കുടുംബത്തിന്മേൽ ഒരു വല്ലമയ്ക്ക് അധികാരം ഇല്ല എന്ന് നീ കടിഞ്ഞുകൊള്ളുവായാണ്. നിന്റെ കുടുംബത്തിന്റെ മേൽ ഒരു ദുഷ്ട ശക്തിക്ക് അധികാരമില്ലെന്ന് ഇന്ന് പകൽക്കാലം നീ ശാസിച്ച് അകറ്റുക. ഇടറുണ്ടാക്കുന്ന വല്ലമൈ ഇപ്പോഴേ அந்த വീട്ടിൽ നിന്ന് ഓടിപ്പോകട്ടെ. ഇടർച്ച ഉണ്ടാക്കുന്ന ദുഷ്ട ശക്തി ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറപ്പെട്ട് പോകുന്നു. ദേവന്റെ വല്ലമൈ ക്രിയ ചെയ്യട്ടെ. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ദേവന്റെ ഒളി ക്രിയ ചെയ്യട്ടെ. ദൈവത്തിന്റെ വെളിച്ചം വ്യാപരിക്കട്ടെ. അത് എവിടെ ഒളിഞ്ഞിരുന്നാൽ, അത് എവിടെ മറഞ്ഞിരുന്നാൽ, ആരുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരുന്നാൽ, ആരുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരുന്നാൽ ഇന്ന് വേളയിൽ ദൈവ വെളിച്ചം അങ്ങേ പ്രകാശിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഈ സമയത്ത് കർത്താവിന്റെ വെളിച്ചം അവിടെ പ്രവേശിക്കാത്രേ. ഇടറുണ്ടാക്കുന്ന വല്ലമയെ ഞങ്ങൾ കടിഞ്ഞുകൊള്ളുகிறோம். ഇടർച്ച ഉണ്ടാക്കുന്ന ദുഷ്ട ശക്തിയെ ഞങ്ങൾ ശാസിക്കുക. കുടുംബ ജീവിതത്തിൽ ഇടറുണ്ടാക്കുന്ന വല്ലമയെ കടിഞ്ഞുകൊള്ളുகிறோം. കുടുംബ ജീവിതത്തിൽ ഇടർച്ച ഉണ്ടാക്കുന്ന അന്ധകാര ശക്തിയെ ഞങ്ങൾ ശ്വാസിക്കുകയാണ്. പിള്ളേരുടെ ജീവിതത്തിൽ ഇടറൽ കൊണ്ടുവരുന്ന വല്ലമയെ കടിഞ്ഞുകൊള്ളുവാനാക. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇടർച്ചകൾ കൊണ്ടുവരുന്ന ദുഷ്ട ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. ഉன்னுடைய ஊழியத்தில் ഇടറൽ കൊണ്ടുവരുന്ന വല്ലമയെ നീ കടിഞ്ഞുകൊള്ളുവാനാക. നിന്റെ ശുശ്രൂഷയിൽ ഇടർച്ച ഉണ്ടാക്കുന്ന അന്ധകാര ശക്തിയെ ശാസിക്കുക. ഇപ്പോഴേ നീ തിരിഞ്ഞു പാർ. ഇപ്പോൾ നീ തിരിഞ്ഞു നോക്കുക. ഇപ്പോഴേ നീ തിരിഞ്ഞു പാർ. ഇപ്പോൾ നീ തിരിഞ്ഞു നോക്കുക. அந்த വല്ലമയെ നീ കടിഞ്ഞുകൊൾ. ആ ദുഷ്ട ശക്തിയെ നീ ആത്മാവിൽ ശാസിക്കുക. ദേവന്റെ വല്ലമയെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ദേവന്റെ ആവിയാനവർ പേശിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവത്രേ സംസാരിക്കുന്നത്. ഇടറൽ ഉണ്ടാക്കുന്ന വല്ലമയെ ഓടിപ്പോകുന്നത്. എല്ലാ ഇടർച്ചയുടെ ആത്മാവ് ഇവിടെ വിട്ട് ഓടുക. ആവിയാൽ നീ ദൈവത്തെ സ്തുതിപ്പായാ. ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദേവന്റെ കൃപയാൽ നിറയപ്പെടുവായാ. ദൈവ കൃപയിൽ നീ നിറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു കാരണത്തെ ചൊല്ലാതെ ഇനി നീ ഒരു കാരണവും പറയേണ്ട ആവശ്യമില്ല. യേശുവിൻ നാമത്തിനാൽ നസറേയനായ യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരോധമായി പോരാടുന്ന വല്ലമയെ നീ കടിഞ്ഞുകൊൾ. നിനക്ക് വിരോധമായി പോരാടുന്ന ദുഷ്ട ശക്തിയെ ശാസിച്ചുകൊള്ളുക. ദേവൻ ഉനക്കായി ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയത്രേ. ഹല്ലേലൂയ ഹല്ലേലൂയ ലബകതുന ബകതുന യദവന ഖാതിന റഹദുന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. நாம் அவருடைய அன்பில் அவருடைய ஒளியில் நிலை கொண்டிருக்கும்படியாக நாம் தேவனாலே அழைக்கப்பட்டிருக்கிறோம். നാം കർത്താവിന്റെ സ്നേഹത്തിൽ അവന്റെ വെളിച്ചത്തിൽ വസിക്കേണ്ടതിനു വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ടവരാകുന്നു. நாம் அந்த அன்பை பாதுகாத்துக் கொள்ளும்படியாக நாம் பிரயாசப்படுகிறவர்களாய் காணப்பட வேண்டும். എന്നാൽ ആ സ്നേഹത്തെ അവസാനത്തോളം സൂക്ഷിക്കുവാൻ നാം പ്രയത്നിക്കുന്നവരാകണം. സഹോദരനിൽ അൻപ് കൂറുகிறவன் ഒളിയിൽ നിലയ്ത്തിരിக்கிறான். സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. எனவேதான் சத்ரு பல இருதயத்தில் இருந்தும் தேவனுடைய அன்பை எடுத்து போட்டு அவருடைய ജീവിതത്തിൽ உள்ளதான அந்த ஒளியை ഇരുട്ടാക്കി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് അന്ത്യകാലത്തെ ശത്രു അനേകരുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ വെളിച്ചത്തെ എടുത്തു മാറ്റി, സ്നേഹത്തെ എടുത്തു മാറ്റി അവരെ ഇരുട്ടിൽ വസിക്കുമാറാക്കുന്നു. ആദിയാഗമം
50ஆம் அதிகாரத்துக்கு நம்முடைய கவனத்தை திருப்பும்போது ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ 15ஆம் வசனத்தில் நாம் வாசிக்கிறதான வேளையில யோசேப்பினுடைய சகோதரர்களுக்குள்ளாக ஒரு தவறான எண்ணம் அவர்களுக்குள்ளாக கடந்து வந்தது. യോസഫിന്റെ സഹോദരന്മാരിൽ തെറ്റായ ഒരു ചിന്ത കടന്നു വന്നതായി നാം കാണുന്നു. அந்த தவறான எண்ணம் கடந்து வருவதற்கு காரணம் அவருடைய கிரியை தான் என்பதை நாம் விளங்கிக் கொள்ளலாம். ആ തെറ്റായ ചിന്ത അവരിൽ വന്നതിന്റെ കാരണം അവരുടെ പ്രവൃത്തികൾ തന്നെയായിരുന്നു നമുക്കറിയാം. அந்த காரியத்தை யோசேப்பின் சகோதரனுடைய கவனத்திலும் யோசேப்பினுடைய கவனத்திலும் ரெண்டு விதத்தில் நாம் விளங்கிக் கொள்கிறோம். ആ വിഷയത്തെ യോസഫിന്റെ സഹോദരന്മാരുടെ കാര്യത്തിലും യോസഫിന്റെ ജീവിതത്തിലും രണ്ടു വിധത്തിൽ കാണാൻ കഴിയും. 50-15 വസനത്തെ വാസിച്ചുവിട്ട് 19-20 വാക്യങ്ങൾ വസനത്തെ വാസിക്കണം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 15 വായിച്ചിട്ട് 19-20 വായിക്കും. അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. യോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. தங்கள் தகப்பன் மரணமடைந்ததை யோசேப்பின் சகோதரர் கண்டு, ஒருவேளை யோசேப்பு நம்மை பகைத்து நாம் அவனுக்கு செய்த எல்லா பொல்லாங்குக்காகவும் நமக்கு சரிக்கு சரி கட்டுவான் என்று சொல்லி யோசேப்பினிடத்தில் ஆள் அனுப்பி, யோசேப்பு அவர்களை நோக்கி, பயப்படாதிருங்கள், நான் தேவனா? நீங்கள் எனக்கு தீமை செய்ய நினைத்தீர்கள். தேவனோ இப்பொழுது நடந்து வருகிறபடியே வெகு ஜனங்களை உயிரோடு காக்கும்படிக்கு அதை நன்மையாக முடிய பண்ணினார். தேவன் அதை நன்மையாக முடிய பண்ணுகிறார். ദൈവം അത് ഗുണമാക്കി തീർക്കുന്നു. யாரெல்லாம் உங்களுக்கு எந்த பொல்லாப்பு செய்திருந்தாலும் தேவன் அதை நன்மையாக மாற்றுவார். ആരെല്ലാം നിങ്ങൾക്ക് വിരോധമായി എന്തെല്ലാം ദോഷം ചെയ്താലും കർത്താവ് നിങ്ങൾക്ക് അതെല്ലാം നന്മയാക്കി ഗുണമാക്കി തീർക്കും. ஐயோ, என்னுடைய சகோதரர்கள், உடன் பிறந்தவர்கள், என்னுடைய குடும்பத்தினர் எனக்கு பொல்லாப்பு செய்கிறார்களே என்று நீ ஒரு நாளும் நீ கலங்க வேண்டாம். അയ്യോ, എൻ്റെ കൂടെ പിറന്ന സഹോദരങ്ങളാണല്ലോ എന്നോട് ഇപ്രകാരമുള്ള പലവിധമായ ദോഷപ്രവർത്തികൾ, തിന്മ പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടേണ്ട. അവർ ഉലക മനുഷ്യരാக இருந்தால் ஒருவேளை நான் സഹിച്ചിരിப்பேன். അവർ ലോക പ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ നാം സഹിച്ചെന്ന് വന്നേക്കാം. என்னுடைய சகோதரர்கள் எனக்கு விரோதமாக பொல்லாப்பு செய்து கொண்டிருக்கிறார். എൻ്റെ സ്വന്തം സഹോദരൻ എനിക്ക് വിരോധമായി പ്രവർത്തിച്ച് ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നു. சரிக்கு சரி கட்டும்படியாக யோசேப்பு ஒரு நாளும் சிந்திக்கவில்லை. എന്നാൽ അവർക്ക് അതിനേറ്റ വിധത്തിൽ പ്രതികാരം ചെയ്യുവാൻ യോസഫ് ഒരിക്കലും ചിന്തിച്ചില്ല. യോസേപ്പുക്കുള്ള ഒരു വെളിച്ചമിരുന്നു. യോസഫിനുള്ളിൽ ഒരു വെളിച്ചമുണ്ടായിരുന്നു. സഹോദരനോടുള്ളതാണ് അൻപ് കൂറുകിற அந்த വെളിച്ചം അവർക്കുള്ള കാണപ്പെട്ടു. തന്റെ സഹോദരന്മാരെ സ്നേഹിക്കുന്ന ഒരു വെളിച്ചം യോസഫിനുള്ളിൽ കാണപ്പെട്ടു. அந்த വെളിച്ചം അവരെ വനാന്തരത്തിൽ നടത്ത പോതുമാനതായിരുന്നു. ആ വെളിച്ചം അവരെ മരുഭൂമിയിൽ നടത്തുവാൻ മതിയായതായിരുന്നു. തണ്ണീരില്ലാതെ കുഴിയിൽ അവർ കിടക്കുമ്പോൾ அந்த വെളിച്ചം അവർക്കുള്ളാകെ പ്രകാശിച്ചു കൊണ്ടിരുന്നു. വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ യോസഫ് കിടന്നപ്പോഴും ആ വെളിച്ചം അവന്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. പോത്തിഫാരുടെ அந்த വീട്ടിൽ ഇരിക്കുമ്പോൾ அந்த വെളിച്ചം അവർക്കുൾ പ്രകാശിച്ചു കൊണ്ടിരുന്നു. പോത്തിഫറിന്റെ ഭവനത്തിലായിരുന്നപ്പോഴും യോസഫിന്റെ ഉള്ളിൽ ആ പ്രകാശം വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. അവർ സിരച്ചാലയിൽ അടയ്ക്കപ്പെട്ടപ്പോൾ இந்த വെളിച്ചം അവർക്കുള്ളാകെ പ്രകാശിച്ചു കൊണ്ടിരുന്നു. യോസഫ് കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും ഈ വെളിച്ചം തന്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. എഗിപ്ത് ദേശത്തിற்கு അധിപതിയാക അവർ ഉയർത്തിന പോതും இந்த വെളിച്ചം അവർക്കുള്ളാകെ പ്രകാശിച്ചു കൊണ്ടിരുന്നു. മിസ്രൈം ദേശത്തിന്റെ മുഴു അധിപതിയായി ഉയർത്തപ്പെട്ടപ്പോഴും ഈ വെളിച്ചം യോസഫിന്റെ ജീവിതത്തിൽ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. തന്റെ സഹോദരങ്ങളെ பார்த்தபோது அந்த വെളിച്ചം അവർക്കുൾ പ്രകാശിച്ചു കൊണ്ടിരുന്നത്. തന്റെ കൂടെ പിറന്ന സഹോദരന്മാരെ വീണ്ടും കണ്ടപ്പോൾ അതേ വെളിച്ചം യോസഫിൽ വീണ്ടും പ്രകാശിച്ചുകൊണ്ടിരുന്നു. അവർക്ക് സരികെട്ടുമ്പടിയാക അല്ല, അവരോട് പ്രതികാരം ചെയ്യേണ്ടതിനായിരുന്നില്ല. അവർക്കാக അവർ அந்த വീടിനുള്ളാക പോയി അഴുതുകൊണ്ടിരിക്കുന്നதை നാം കാണുന്നു. അവർക്ക് വേണ്ടി അവരെ ഓർത്ത് തന്റെ അരമനയ്ക്കുള്ളിൽ ചെന്ന് യോസഫ് കരയുന്നതായി നാം കാണുന്നു. അവരുടെയാണ് ക്രിയകൾക്കാக ഇവർ അഴുതുകൊണ്ടിരിക്കുന്നത്. അവരുടെ ദോഷപ്രവൃത്തികളെ ഓർത്ത് യോസഫ് കരയുന്നു. ഇന്ന് മുതൽ ഉடைய സഹോദരനുക്കാக നീ അഴുതുകൊണ്ടിരുപ്പാய் എന്നാണ്. ഇന്ന് മുതൽ ഉன்னுடைய സഹോദരനുക്കാக നീ അഴുതുകൊണ്ടിരുപ്പാய் എന്നാണ്. ഇന്നു മുതൽ നിന്റെ സഹോദരന്മാർക്ക് വേണ്ടി നീ കരയുന്നുവെങ്കിൽ
அவருடைய பொல்லாத கிரியைகளுக்காக நீ அழுது கொண்டிருப்பாய் என்றால், അവരുടെ ദോഷപ്രവൃത്തികളെ ഓർത്ത് നീ കരയുന്നുവെങ്കിൽ, அவர்கள் உனக்கு செய்ததை ஆண்டவர் உனக்கு நன்மையாக மாற்றுவார். അവർ നിനക്ക് വിരോധമായി ചെയ്ത വിഷയത്തെ കർത്താവ് നിനക്ക് ഗുണമാക്കി തീർക്കുവാൻ പോകുന്നു. இந்த காலைகளில் அதை விசுவாசிக்கிற எத்தனை பேர் இங்க இருக்கிறீர்கள்? ഇന്ന് പകൽക്കാലം ഇത് വിശ്വസിക്കുന്ന എത്ര പേർ ഇവിടെ ഇരിപ്പുണ്ട്? தேவன் அதை நன்மையாக மாற்ற முடியும். നിന്റെ ദൈവത്തിന് അത് ഗുണമാക്കി തീർക്കുവാൻ കഴിയും. அந்த தேவன் உன்னோடு பேசிக் கொண்டிருக்கிறார். ആ കർത്താവാകുന്നു നിന്നോട് സംസാരിക്കുന്നു. சனிக்கு சனி கட்டும்படியாக அல்ல, നീ അവർക്ക് അതേ നാണയത്തിൽ പ്രതികാരം ചെയ്യേണ്ടതിനല്ല. நீ தேவ சமூகத்திலிருந்து அழுவாயாக, ദൈവസന്നിധിയിൽ ഇരുന്ന് നീ കരഞ്ഞാൽ മതി. தேவ சமூகத்திலிருந்து ஜெபித்தால் போ, ദൈവസന്നിധിയിൽ നീ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. தேவன் அதை நன்மையாக முடிய பண்ணுகிற தேவன். ഈ ദൈവം നിനക്കത് ഗുണമാക്കി നന്മയാക്കി തീർക്കുവാൻ ശക്തനായ ദൈവം. தேவனுக்கு மகிமை உண்டாவதாக. ദൈവത്തിന് മഹത്വം நாம் ഉണ്ടാകും. தேவ சமூகத்தில் பலமுள்ளவர்களாக நாம் மாற்றப்படுகிறோம். ദൈവ സന്നിധിയിൽ നാം ശക്തിമാന്മാരായി തീരുന്നു. தேவனுக்கு மகிமை உண்டாகும். കർത്താവിന് മഹത്വം ഉണ്ടാകും. அப்போ நாம் ஆண்டவரை, நம்முடைய சகோதரர்களை நேசிக்கும் போது, அவர்கள் அன்பு கூறும்போது, நாம் வெளிச்சத்தில் நாம் வசிக்கிறவர்களாக நிலைநிற்கிறவர்களாக காணப்படுகிறோம். ആകയാൽ നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കുമ്പോൾ, ആ സ്നേഹത്തിൽ നാം വസിക്കുമ്പോൾ, നാം വാസ്തവത്തിൽ വെളിച്ചത്തിൽ അഥവാ ദൈവത്തിൽ വസിക്കുന്നു. മൂന്നാമതായി യോവാൻ 2-ാം അധികാരം, യോവാനുക്ക് എഴുതിയ നിരുപം 2-ാം അധികാരം 14-ാം വചനം വാസിക്കുമ്പോൾ, 1 യോഹന്നാൻ 2-ാം അധ്യായം 11-ാം വാക്യം വായിച്ചാൽ, നാം ദേവനുடைய വസനത്തിൽ നാം നിലനിൽക്കുന്നവരാக കാണപ്പെட வேண்டும். ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും 14-ാം വാക്യം, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. வாலிபரே நீங்கள் பலவான்களாயிருக்கிறதினாலும் தேவ வசனம் உங்களில் நிலைத்திருக்கிறதினாலும் நீங்கள் பொல்லாங்கனை ஜெயித்ததினாலும் உங்களுக்கு எழுதியிருக்கிறேன். தேவனுடைய வசனம் உங்களில் நிலைத்திருக்கிறதினாலும் நீங்கள் பொல்லாங்கனை ജയിച്ചതിനാലും உங்களுக்கு എഴുതുகிறேன். ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. இங்கே பலவான்களையும் பொல்லாதவனை ஜெயித்தவர்களையும் குறித்து சொல்லப்பட்டிருக்கிறது. ഇവിടെ ദുഷ്ടനെയും ശക്തനെയും ജയിച്ചിരിക്കുന്നതായ ഒരു അനുഭവത്തെ പറ്റി എഴുതിയിരിക്കുന്നു. നാം ബലവാനെയും പൊല്ലാതവനെയും ജയിക്കുമ്പടി നാം അழைக்கப்பட்டிருக்கிறோம். നാം ബലവാനെയും ദുഷ്ടനെയും ജയിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. ഇവர்கள் பலவான்களாயிருக்கிறார்கள். தேவனுடைய வசனம் அவர்களுக்குள்ளாக நிலைத்திருக்கிறது என்று இங்கே சொல்லப்படுகிறது. ഇവിടെ അവർ ശക്തരായിരിക്കുന്നു, എന്നാൽ ദൈവവചനം അവരിൽ വസിക്കുന്നതായി കാണുന്നു. தேவனுடைய வசனம் நம்மில் நிலைத்திருக்க வேண்டும். ദൈവവചനം നമ്മിൽ വസിക്കണം. தேவனுடைய வசனம் எவ்வளவு நிலைத்திருக்கிறதோ அவ்வளவாக நாம் ஆசீர்வாதத்தையும் விடுதலையும் நாம் பெற்றுக்கொள்ள முடியும். ദൈവത്തിന്റെ വചനം എത്രത്തോളം നമ്മിൽ വസിക്കുന്നു അത്രത്തോളം വിടുതലും അനുഗ്രഹവും നാം പ്രാപിക്കും. தேவனுடைய வசனத்தை நாம் கேட்கிறதான வேளையில் அந்த வசனம் നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ക്രിയ ചെയ്തു കൊണ്ടിരിக்க வேண்டும். ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ അന്തർഭാഗത്ത് പ്രവർത്തിക്കുന്നതായി തീരണം. மட்டுமல்ல அந்த വസനത്തിൽ നാം നിലനിൽക്കുമ്പടിயாக നാം പ്രയാസപ്പെട வேண்டும். മാത്രമല്ല ആ ദൈവവചനത്തിൽ നാം നിലനിൽക്കുന്നവരായി അതിനുവേണ്ടി നാം പ്രയത്നിക്കണം. அந்த വസനത്തെ നാം ആധാരമാക്കിക്കൊണ്ട് ജപിച്ചു വര வேண்டும். ആ വചനത്തെ നാം ആധാരമായി ഏറ്റു പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. ஒவ்வொரு பிரச்சனைக்கும் தேவன் ஒவ்வொரு வசனத்தின் மூலமாக ஒவ்வொரு தேவனுடைய பிள்ளைகளோடு இடைப்பட்டு கொண்டிருப்பார். ഓരോ പ്രശ്നത്തിനും ഓരോ വചനം മുഖാന്തരമാണ് ദൈവം തന്റെ മക്കളിൽ കൂടി ഇടപെടുന്നത്. உங்களோடு எந்த வசனத்தில் இருந்து தேவன் இடைப்பட்டு கொண்டிருக்கிறாரோ அந்த வசனம் உங்களுடைய பிரச்சனையை தீர்க்க அது போதுமானதாக இருக்கும். നിങ്ങളോട് ഏത് വാക്യമാകുന്നു കർത്താവ് നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ആ വചനം കൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഉത്തരം തരുവാൻ അത് ശക്തമാകുന്നു. ഞാൻ ഒരിടത്തിൽ ஊழியம் செய்கிறதான வேளையில ഞാൻ ഒരിടത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവനുடைய വചനം
എന്നോട് ഇടപെട ആരംഭിത്തത്. ഒരു ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെടുവാനിടയായി. അത് ഒവ്വൊരു വേളയിലും ഒവ്വൊരു വസനം ഇടപെടും. அந்த வசனத்துக்கு தகுந்தது போல அந்த காரியத்தை ஆண்டவர் ஜெயமாக மாறப்படுவார். ഓരോ സമയത്ത് ഓരോ വചനങ്ങൾ ദൈവം എന്നോട് ഇടപെടും. ആ വചനങ്ങൾക്ക് ഏറ്റ വിധത്തിൽ ആ ഒരു പ്രയാസത്തിൽ ആ ഒരു ഘട്ടം എനിക്ക് കടന്നു പോകാനിടയായി തീരും. விசுவாசித்தால் நீ என்னுடைய மகிமையை காண்பாய் என்கிறதான ஒரு தேவனுடைய சத்தத்தை நான் ஒரு முறை கேட்கும்படியாக ஆண்டவர் உதவி செய்தார். വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നുള്ള തിരുവചനം ഒരു ദിവസം കർത്താവ് എന്നെ കേൾപ്പിക്കുവാനിടയായി. இந்த வசனம் எனக்குள்ளாக கிரியை செய்ய ஆரம்பித்த போது, ഈ വചനം എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുവാനിടയായപ്പോൾ நான் ஒரு பெரிய தேவைக்காக தேவ சமூகத்திலே ஜெபித்துக் கொண்டிருந்தேன். ഞാൻ ഒരു വലിയ ആവശ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. அந்த ஊழியத்துக்கு விரோதமாக பலவிதமான பிரச்சனைகளை சத்துருக்கள் கொண்டு வருகிறார்கள். ആ വേലയ്ക്ക് വിരോധമായി പലവിധമായ പ്രശ്നങ്ങൾ ശത്രു കൊണ്ടുവന്നു. அந்த பிரச்சனையை பரிഹரிக்கும்படியாக சில காரியங்கள், சில தேவைகள் இருந்தது. அது மனிதனுடைய கண்ணோட்டத்தில் ஒரு நாளும் நடக்காததான காரியமாയിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന് ചില പ്രത്യേക ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. മാനുഷിക കാഴ്ചപ്പാടിൽ ഒരിക്കലും നടക്കാത്ത വിഷയമായിരുന്നു. ஜெபித்துக் கொண்டிருக்கும்போது இந்த வசனத்தின் மூலமாக ஆண்டவர் என்னோடு ഇടപെട ആരംഭിത്താർ. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വചനം മുഖാന്തരമായി ദൈവം എന്നോട് സംസാരിപ്പാൻ இந்த வசனம் எனக்குள்ளாக வந்தது. நான் ஆவியினாலே நிறைய ஆரம்பித்தேன். ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഞാൻ ആത്മാവിൽ നിറഞ്ഞു. ஆவியில் இருந்து தேவனை மகிமைப்படுத்த ஆரம்பித்தேன். ആത്മാവിൽ നിറഞ്ഞ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. അടുത്തதாக ആണ്ടവർ എന്നോട് பேசினார். അടുത്തതായി ദൈവം എന്നോട് நீ அதற்காக ஜெபிக்க வேண்டாம். ഇനി നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. நான் அந்த காரியத்தை உனக்கு நிறைவு செய்து தந்திருக்கிறேன் என்று கரம் உயர்த்தி நீ ஸ்தோத்திரம் பண்ண வேண்டும் என்று சொன்னார். ആ കാര്യം ഞാൻ നിനക്ക് നിറവേറ്റി തന്നിരിക്കുന്നു എന്ന് നീ കരമുയർത്തി സ്തോത്രം ചെയ്താൽ മതി എന്ന് ദൈവാത്മാവ് പറഞ്ഞു. ஆண்டவருக்கு மகிமை உண்டாகட்டும். കർത്താവിന് മഹത്വം அது ഉണ്ടാകട്ടെ. நடக்கிறதுக்கு முன்பாகவே, അത് നടക്കുന്നതിന് മുമ്പേ ஒவ்வொரு நாளும் கர்த்தர் அப்படி செய்தபடினால கர்த்தரை நான் ஸ்துதித்து ஸ்தோத்திரம் செய்து கொண்டே இருந்தேன். ഓരോ ദിവസവും എന്റെ ദൈവം പ്രകാരം ചെയ്തതിനാൽ ഞാൻ എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തി. ஆனால் சத்துரு மறுபாகத்தில் பயங்கரமாக கிரியை செய்து கொண்டே இருந்தார். എന്നാൽ മറുഭാഗത്ത് ശത്രു ഭയാനകമായ വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. தடை பண்ணும்படியாக பல விதத்திலும் அவன் கிரியை செய்து கொண்டிருந்தான். തടസ്സം ചെയ്യേണ്ടതിനായി പല വിധത്തിൽ എന്നോട് പോരാടിക്കൊണ്ടിരുന്നു. அவனுடைய எல்லா ஆயுதங்களை எடுத்து அவன் அதற்கு விரோதமாய் கிரியை செய்தான். ശത്രു തന്നെ സകല ആയുധങ്ങളെയും എടുത്ത് ഈ വിഷയത്തിൽ എനിക്ക് വിരോധമായി പ്രവർത്തിച്ചു. யாரையெல்லாம் ஏவி விட வேண்டுமோ அவர்கள் எல்லாம் ஏவி விட்டு கொண்டே இருந்தார். ആരെയെല്ലാം ഹേമിച്ച് പ്രേരിപ്പിച്ച് എനിക്ക് വിരോധമായി വിടുമോ അതെല്ലാം അവൻ ചെയ്തുകൊണ്ടിരുന്നു. யார் வந்தால் தடைபடுமோ அவர்களெல்லாம் அவன் அனுப்பி பார்த்தான். ആര് വന്നാൽ ഇത് തടസ്സം ചെയ്യാൻ കഴിയുമോ അങ്ങനെയുള്ള വ്യക്തികളെ ഇതിന് വിരോധമായി ശത്രു വിട്ടു. ஆண்டவருக்கு மகிமை உண்டாகட்டும். എന്നാൽ കർത്താവിന് நம்ம മഹത്വം. தேவன் உண்மையுள்ள தேவன். നമ്മുടെ ദൈവം വിശ്വസ്തനായ அவருடைய ദൈവം. வசனம் உண்மையுள்ள வசனம். അവന്റെ വചനം വിശ്വസ്തമായ அவருடைய വചനം. வசனம் சத்திய வசனமாய் இருக்கிறது. അവന്റെ വചനം സത്യവചനം. அவர் ஒரு விசை சொல்லிவிட்டு அதை மாற்றுகிறவர் அல்ல. ഒരു പ്രാവശ്യം അരുളി ചെയ്തിട്ട് അത് മാറ്റിക്കളയുന്ന ദൈവമല്ല. உன்னோடு பேசினவனுக்கு தேவன் உண்மையுள்ளவர். നിന്നോട് സംസാരിക്കുന്ന ദൈവം വിശ്വസ്തൻ തന്നെ. இப்போது நீ விசுவாசிப்பாய் என்றால், ഇപ്പോൾ നീ വിശ്വസിക്കുന്നുവെങ്കിൽ தேவனுடைய மகிமையை நீ காண்பாய். ദൈവത്തിന്റെ മഹത്വം നീ കാണും. நீ தேவனுடைய மகிமையை காண்பாய். നീ ദൈവത്തിന്റെ മഹത്വം വാസ്തവമായി இந்த കാണും. வசனம் வானம் பூமி மாறினாலும் மாறாதது. ആകാശവും ഭൂമി മാറിപ്പോയാൽ ഈ ദൈവത്തിന്റെ വചനം മാറിപ്പോകുകയില്ല. எந்த எதிர்ப்பு வந்தால், എന്തെല്ലാം എതിർപ്പുകൾ കടന്നു எந்த വന്നാൽ, தடைகள் வந்தால், എന്തെല്ലാം തടസ്സങ്ങൾ உன்னுடைய നേരിട്ടാൽ, ஜீவிதத்தில் அந்த வசனத்துக்கு விரோதமாய் சத்துரு எப்படி கிரியை செய்தால், നിന്റെ ജീവിതത്തിൽ അതേ വചനത്തിന് വിരോധമായി ശത്രു ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിച്ചാലും, என்னோடு சேர்ந்து தேவனை மகிமைப்படுத்த விரும்புகிறவர்கள், എന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ, உங்களுக்கு தேவன் தந்த அந்த வசனத்தை இந்த காலை வேளையில் நீங்கள் உயர்த்தி பிடித்துக் கொண்டு ஆண்டவரை நீங்கள் மகிமைப்படுத்துங்கள். നിങ്ങൾക്ക് ദൈവം വ്യക്തിപരമായി തന്ന വചനം അത് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിക്കുക. அந்த வசனம் உன்னுடைய நாவினாலே நீ அறிக்கை செய்வாயா? ആ വചനം ഇപ്പോൾ നിന്റെ സ്വന്തം നാവ് കൊണ്ട് നീ ഏറ്റുപറയുക. அந்த வசனத்தின் வல்லமை தேவன் உனக்குள் அனுப்புவார். ആ വചനത്തിന്റെ ശക്തി ദൈവം നിന്റെ ജീവിതത്തിൽ അയക്കുവാൻ நீ പോകുന്നു. போகும் முன்பாக, നീ ഇവിടെ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പായി நீ எந்த காரியத்துக்காக பாரப்பட்டு கொண்டிருந்தாயோ, നീ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരുന്നുവോ, எந்த காரியம் உனக்கு பிரச்சனையாக இருந்ததோ, ഏത് വിഷയം നിനക്ക് പ്രശ്നമായി കാണപ്പെട്ടുവോ, எந்த காரியம் உனக்கு தடையாக இருந்ததோ, ഏത് വിഷയം നിനക്ക് തടസ്സമാർഗമായി எந்த കാണപ്പെട്ടുവോ, காரியம் உன்னுடைய ஜீவிதத்தினுடைய சமாதானத்தை நஷ்டப்படுத்தினதோ, ഏത് വിഷയമാണ് നിന്റെ സമാധാനത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നതോ, இப்போதே தேவனுடைய வசனம் முறப்பட
ഇപ്പോൾ തന്നെ ദൈവവചനം പുറപ്പെട്ടിരിക്കുകയാണ്. ആ தேவனுடைய வசனம் உனக்காக கிரியை செய்ய ஆரம்பிக்கிறது. അതെ, ദൈവത്തിന്റെ വചനം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരംഭിച്ചു കഴിഞ്ഞു. வசனத்தின் வல்லமை அநேகர் அறிந்து கொண்டிருக்கிறார். വചനത്തിന്റെ ശക്തി അനേകർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. நான் தேவனை ஸ்துதிக்க ஆரம்பித்தேன். എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിക്കുക. நானும் தேவனை மகிமைப்படுத்த ஆரம்பித்தேன். ഞാനും ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ நான் തുടങ്ങി. தேவனை மகிமைப்படுத்த ஆரம்பித்தேன். ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചു. ஆண்டவருக்கு மகிமை உண்டாவதாக. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. எல்லா தடையிலும் ஆண்டவர் மாற்றினார். അന്ന് എല്ലാ തടസ്സങ്ങളും എന്റെ ദൈവം മാറ്റിക്കളഞ്ഞു. தேவன் சொன்னார் அந்த சத்தியத்தை அவர் நிறைவேற்றினார். ദൈവം പറഞ്ഞതായ അതേ വാക്ക്, ആ സത്യം കർത്താവ് നിറവേറ്റി. தேவனுடைய மகிமையை கண்டோம். ദൈവത്തിന്റെ മഹത്വം ഞാൻ കണ്ടു. தேவனுடைய மகிமையை கண்டோம். ദൈവത്തിന്റെ തേജസ് ഞാൻ കണ്ടു. இந்த காலை வேளையிலே ഈ പ്രഭാത സമയത്ത് நீயும் தேவனுடைய மகிமையை காணும்படியாக നീയും ദൈവത്തിന്റെ മഹത്വം കാണേണ്ടതിനാ. அதனுடைய சூழ்நிலையை சிந்திக்காதே. അതുകൊണ്ട് നിന്റെ പ്രതികൂലമായ സാഹചര്യങ്ങളെ ചിന്തിക്കേണ്ട. அந்த சூழ்நிலையை நோக்கி பாராதே. ആ സാഹചര്യങ്ങളെ നീ കാണേണ്ട. அதனுடைய கௌரவமான காரியத்தை குறித்து நீ பேசாதே. അതിൽ അടങ്ങിയിരിക്കുന്ന ഗൗരവപരമായ വിഷയങ്ങളെ കുറിച്ച് നീ സംസാരിക്കേണ്ട ആവശ്യമില്ല. 4 നാൾ ആയിട്ട് നാറ്റം വമിക്കും എന്ന് சொல்லாதே. 4 ദിവസമായല്ലോ, നാറ്റം വമിക്കുവാൻ തുടങ്ങിയല്ലോ എന്ന് നീ പറയണ്ട. ഇത് ഒരു നാളും നടക്കാതെ എന്ന് ചിന്തിക്കാതെ. ഇനി ഒരു നാളും ഇത് നടക്കില്ല എന്ന് നീ ചിന്തിക്കേണ്ട. தேவன் உன்னோடு பேசிக்கொண்டிருக்கிறார். ദൈവമത്രേ നിന്നോട് സംസാരിക്കുന്നത്. தேவனுடைய வசனம் உன்னோடு இடைப்பட்டு கொண்டிருக்கிறது. ദൈവത്തിന്റെ വചനമത്രേ നിന്നോട് அந்த ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. வசனம் உன்னை விடுவிக்கும்படியாக புறப்பட்டிருக்கிறது. ആ വചനം നിന്നെ വിടുവിക്കുവാൻ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. உன்னில் விசுவாசத்தை அந்த வசனம் உண்டாக்கி கொண்டிருக்கிறது. നിന്റെ ഉള്ളിൽ വലിയൊരു വിശ്വാസത്തെ ആ വചനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. அந்த வசனத்தினால விடுதலை அநேகர் பெற்றுக் கொள்கிறீர்கள். ആ വചനത്താൽ അനേകർ വിടുതൽ ഇന്ന് പകൽക്കാലം പ്രാപിച്ചിരിക്കുന്നു. தேவனுக்கு மகிமை உண்டாகட்டும். ദൈവത്തിന് മഹത്വം நாம் ഉണ്ടാകട്ടെ. வசனத்தில் நிலைநிற்கும்படியாக தேவனால் நாம் அழைக்கப்பட்டிருக்கிறோம். നാം വചനത്തിൽ നിലനിൽക്കേണ്ടതിനായി ദൈവത്താൽ വിളിക്കപ്പെട്ടവരാകുന്നു. வசனம் சத்தியம் என்று சொல்லப்பட்டிருக்கிறது. വചനം സത്യമാകുന്നു. வசனம் சத்தியமாய் இருக்கிறபடினால் இந்த சத்தியத்தினாலே ஆண்டவர் நமக்கு விடுதலையை கட்டளையிடுகிறார். വചനം സത്യമായിരിക്കാൻ ഈ സത്യത്താൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കൽപ്പിക്കും. 107 சங்கீதம் 20 வசனத்தில் வாசிக்கும்போது 107 സങ്കീർത്തനം 20 വാക്യം വായിച്ചു. நான் என்னுடைய வசனத்தை அனுப்பி அவர்களை குணமாக்குவேன். ഞാൻ എന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കും. அந்த வசனத்தை வாசிக்கும். അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. அவர் தமது வசனத்தை அனுப்பி அவர்களை குணமாக்கி அவர்களை அழிவுக்கு தப்புவிக்கிறார். அவருடைய வசனம் சுகமாக்கவும் அழிவில் നിന്ന് தப்புவிக்கவும் போதுமானதாயிருக்கும். അവന്റെ വചനം അവരെ സൗഖ്യമാക്കുവാനും അവരുടെ കുഴികളിൽ നിന്ന് അഥവാ നാശത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ പര്യാപ്തവുമാകുന്നു. ஒரு முறை நான் ஒரு லோக்கல் ஃபெய்த்தோமுக்கு போகும்படியாக சென்டர் ஃபெய்த்தோமில் ஸ்கூட்டர் எடுத்து போகும்போது ഒരു ദിവസം ഞാൻ എൻ്റെ ലോക്കൽ വിശ്വാസ ഭവനത്തിലേക്ക് പോകേണ്ടതിനായി സെന്റർ ഫെയ്ത്തോമിൽ നിന്ന് വാഹനം എടുത്ത് പുറപ്പെട്ടപ്പോൾ நான் போகிறதான வேளையில എനിക്ക് பெரிய ஒரு பாரம் என்னுடைய இருதயத்தில் இருந்து. ഞാൻ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ഭാരമുണ്ട്. சில தேவைகளுக்காக என்னுடைய இருதயத்தில் பெரிய ஒரு பாரம் என்னுடைய இருதயத்துக்குள்ளாக அப்படியே என்னை தாக்கிக் கொண்டிருந்தது. ചില ആവശ്യങ്ങളുടെ മുഖത്ത് വലിയൊരു ഭാരം എൻ്റെ ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരുന്നു. நான் கோட்டையில் ஊழியம் செய்து கொண்டிருக்கும்போது ഞാൻ കോട്ടയത്തിൽ ശുശ്രൂഷ நான் அந்த ചെയ്തുകൊണ്ടിരിക്കുന്നു. ஸ்கூட்டர்ல போகிறதான வேளை இப்போது அந்த இடம் எனக்கு நல்ல ஞாபகம் இருக்கு. ഇപ്പോഴും എനിക്ക് ആ സ്ഥലം നല്ല ഓർമ്മയുണ്ട്. ഞാൻ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മണർകാടുക്ക് അടുത്ത് ഇല്ലിവളവ് എന്ന് പറഞ്ഞ ഒരു ഇടമുണ്ട്. മണർകാടിനടുത്ത് ഇല്ലിവിള എന്നൊരു സ്ഥലമുണ്ട്. ഇല്ലിവളവ് அந்த வளவில் அப்படி திரும்பும் போது ആ വളവിൽ തിരിയുമ്പോൾ 23 சங்கீதத்தின் 1 வசனம் என்னோடு ஆண்டவர் இடைப்பட்டார். ആ വളവിൽ തിരിഞ്ഞപ്പോൾ 23 സങ്കീർത്തനം 1 വാക്യം ദൈവം എന്നോട് ഇടപെട്ടു. தமிழ்ல கர்த்தர் என் மேய்ப்பரா இருக்கிறார், நான் தாழ்ச்சி அடையேன் என்று சொல்லப்பட்டிருக்கிறது. തമിഴിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് താഴ്ചയുണ്ടാകില്ല. മലയാളത്തിൽ அந்த வசனம் യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. அப்போது இந்த வசனம் எனக்குள்ளாக இடைப்பட்டതാണ് அந்த வேளையில. എന്നാൽ ഈ വാക്യം ഇതേ വിധത്തിൽ എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ அந்த സ്കൂട്ടറിൽ നിന്ന് ആവിയിൽ നിറയാൻ ആരംഭിച്ചു. ആ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ നിറഞ്ഞു. അന്യഭാഷയിൽ പേശ ആരംഭിച്ചു. അന്യഭാഷ സംസാരിക്കാൻ ആരംഭിച്ചു. ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. என்னுடைய எல்லா தேவைகளுக்கும் ஆண்டவர் போதுமானவர் என்று எனக்குள்ளாக ஒரு நம்பிக்கை வந்தது. എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും എന്റെ കർത്താവ് മതിയായവനാണെന്നൊരു വലിയൊരു വിശ്വാസം എന്നിൽ ഉണ്ടായി. கர்த்தர் என் மேய்ப்பராய் இருக்கிறார். യഹോവ എന്റെ ഇടയൻ, நான் தாழ்ச்சி அடையேன்.
ഞാൻ താണുപോകുകയില്ല, இந்த காலை வேளையில் அந்த வசனம் உன்னோடு பேசிக்கொண்டிருக்கிறது. ഇന്ന് പ്രഭാതത്തിൽ അതേ വചനം നിന്നോടും அவர் സംസാരിക്കുന്നു. தம்முடைய வசனத்தை அனுப்பி அவர்களை விடுவிக்கிற தேவன். അവൻ തന്റെ വചനം അയച്ച് അവരെ உன்னை സൗഖ്യമാക്കുന്നു. அழிக்கும்படியாக போராடுகிற வல்லமை இந்த வசனத்தினால் அழிக்கப்படுகிறது. നിന്നെ നശിപ്പിക്കേണ്ടതിന് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളെ ഈ വചനം നശിപ്പിക്കും. ஆண்டவருடைய வசனம் அனுப்பப்படும் போது அந்த வசனம் நம்மில் கிரியை செய்து கொண்டிருக்கிறது. കർത്താവിന്റെ വചനം നമ്മിലൂടെ പുറപ്പെടുമ്പോൾ ആ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയാകും. ஆண்டவருக்கு மகிமை உண்டாவதாக. ദൈവത്തിന് മഹത്വം. தேவனுடைய வசனம் நிறைவேறிக் கொண்டிருக்கிறது. ദൈവത്തിന്റെ വചനം നിറവേற்றപ്പെടുന്നു. யோசேப்புடைய ജീവിതത്തിൽ அந்த வசனம் நிறைவேறினதாக வசனம் சொல்கிறது. യോസഫിന്റെ ജീവിതത്തിലും ആ വചനം നിറവേറിയതായി നാം കാണുന്നു. தேவனுடைய வசனம் அவனை புடமிட்டு கொண்டிருந்தது என்று சொல்லப்பட்டிருக்கிறது. ദൈവത്തിന്റെ വചനം അവനെ ശോധന ചെയ്തുകൊണ്ടിരുന്നു എന്ന് നാം കാണുന്നു. தேவனுடைய வசனம் அவனை புடமிட்டு கொண்டிருந்தது. ദൈവത്തിന്റെ വചനം അവനെ ശോധന ചെയ്തുകൊണ്ടിരുന്നു. ஆண்டவர் உனக்கு தமதான வசனம் உன்னை புடமிட்டு கொண்டிருக்கிறது. ദൈവം നിനക്ക് നൽകിയ വചനം നിന്നെ ശോധന ചെയ്ത് ഉരുവാക്കിക്കൊണ്ടിരിക്കുകയാണ്. அந்த வசனத்தினால் ஒரு நாள் தேவன் உன்னை உயிர்ப்பிப்பார். ആ വചനത്താൽ ഒരു ദിവസം കർത്താവ് നിന്നെ ഉയർപ്പിക്കും. தேவன் உன்னை நிச்சயமாய் விடுவிப்பார். ദൈവം നിന്നെ നിശ്ചയമായി இந்த വിടുവിക്കും. வசனம் சத்திய வசனமாய் இருக்கிறது. ഈ വചനം സത്യമായ തിരുവചനമാകുന്നു. அதனால் ஒவ்வொரு தேவனுடைய பிள்ளைகளும் தேவனுடைய வசனத்தில் நாம் நிலைநிற்கிறதாக காணப்பட வேண்டும். അതുകൊണ്ട് ഓരോ ദൈവമക്കളും ഓരോ ദൈവവൈതലും ദൈവ വചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കും. எந்த எதிர்ப்புகள் பிரச்சனைகள் வந்தாலும் ஆண்டவர் உங்களுக்கு தந்ததான வசனத்தை நீங்கள் பிடித்துக்கொண்டு നിലനിൽക്കുമ്പടിയാക പ്രയാസപ്പെട வேண்டும். എന്ത് എതിർപ്പുകൾ നിങ്ങൾക്ക് നേരിട്ടാലും എന്ത് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാലും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു വചനമുണ്ട്. ആ വചനത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് വിടുതൽ പ്രാപിച്ചുകൊള്ളുക. അടുത്തதாக ஒரு தேவனுடைய பிள்ளை தேவனுடைய சித்தத்தில் அவர்கள் நிலைநிற்கிறதாக காணப்பட வேண்டும். അടുത്തതായി നാലാമതായി ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിലനിൽക്കണം. 2-ാം അധികാരം 17-ാം വചനത്തിലേക്ക് ഉங்களுடைய കവനത്തെ തിരുപ്പുമ്പോൾ 1 യോഹന്നാൻ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. உலகமும் அதன் இச்சையும் ஒளிந்து போம், தேவனுடைய சித்தத்தின்படி செய்கிறவனோ என்றென்றைக்கும் நிலைத்திருப்பான். தேவனுடைய சித்தத்தின்படி யார் செய்கிறார்களோ அவர்கள் என்றென்றைக்கும் நிலைநிற்பார்கள். ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു, അഥവാ എന്നേക്കും നിലനിൽക്കുന്നു. தேவனுடைய சித்தத்தின்படி ചെയ്യുമ്പോൾ നാം നിലനിൽப்போம். ദൈവ ഇഷ്ടപ്രകാരം ചെയ്യുമ്പോൾ നാം എന്നേക്കും നിലനിൽക്കും. தேவனுடைய சித்தம் என்று சொல்லும்போது அது பல பகுதியாக பலதாக நாம் பிரித்து அதை வாசித்து விளங்கிக் கொள்ள முடியும். ദൈവഹിതം എന്നുള്ള വിഷയം പല വിധത്തിൽ പല ഭാഗങ്ങളായി നമുക്ക് പിരിച്ച് പഠിക്കുവാൻ കഴിയും. தேவனுடைய சித்தத்தை அறிந்து கொள்ளும்படியாகவும் அதை விளங்கிக் கொள்ளும்படியாக அநேக வசனங்கள் வேதாகமத்தில் குறிக்கப்பட்டிருக்கிறது. ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കേണ്ടതിനായി അനേക തിരുവചനങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ ദർശിപ്പാൻ കഴിയും. ஒன்றாவது தேவ சித்தம் என்று சொல்லும்போது அது நொறுக்கும்படியாக தேவன் அனுமதித்திருக்கிறதான ஒரு பகுதி. ഒന്നാമത് ദൈവ ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മെ തകർത്ത് കളയേണ്ടതിന് അത് ദൈവത്തിന് ഹിതം അഥവാ പ്രസാദം എന്ന് നാം കാണുന്നു. 53-ാം അധികാരം ഏശയ്യാ தீர்க்கதரிசன പുസ്തകം 53-ാം അധികാരത്തിൽ அதனுடைய 10-ാം വചനത്തെ വാസിക്കുമ്പോൾ അവരെ നൊറുക്ക സിദ്ധമാനാർ എന്ന് சொல்லப்பட்டிருக்கிற அந்த വചനത്തെ വാസിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്ന് നാം വായിക്കുന്നു. അവനെ നൊറുക്ക സിദ്ധമാനാർ, അവനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി വാസിക്കുന്നു. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ അവന് കഷ്ടം വരുത്തി. கர்த்தரோ அவரை நொறுக்க சித்தமாகி அவரை பாடுகளுக்கு உட்படுத்தினார். நாம் தேவனுக்குள்ளாக நிலைநிற்கும்படியாக தேவ சித்தம் செய்யும்படியாக நாம் அழைக்கப்பட்டிருக்கிறோம். ആകയാൽ നാം ദൈവത്തിൽ നിലനിൽക്കേണ്ടതിനായി വസിക്കേണ്ടതിനായി ദൈവഹിതം ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. தேவ சித்தம் என்று சொல்லும்போது நம்முடைய சொந்த விருப்பங்களை எல்லாம் நொறுக்கி போடுகிறது தான் தேவ சித்தம். ദൈവഹിതം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഹിതം അഥവാ സ്വന്തം ഇഷ്ടമെല്ലാം തകർത്തെറിഞ്ഞു കളയുന്നതാകുന്നു. மனுஷனுடைய ஜீவிதத்தில் இந்த சொந்த விருப்பத்திற்கு அவன் எப்போது தன்னை ஒப்புக் கொடுக்கிறானோ அப்போதெல்லாம் அவன் பல பிரச்சனைகளுக்கு அவன் உள்ளாக தள்ளப்படுகிறான். മനുഷ്യ ജീവിതം നോക്കിയാൽ എപ്പോഴെല്ലാം അവരവരുടെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിച്ച് അതിൽ അകപ്പെടുന്നുവോ അപ്പോഴെല്ലാം അതിൽ വലിയ നാശത്തിലേക്ക് മനുഷ്യൻ കടന്നു പോവുകയാണ്.
அதுதான் இங்கே நாம் வாசிக்கிற யாக்கோபு 1ஆம் அதிகாரம் 13-14 வசனத்தில் நாம் வாசிக்கும் போது அவனவன் தன் சுய இச்சையினாலே இழுக்கப்பட்டு சிக்குண்டு சோதிக்கப்படுகிறான் என்று சொல்லப்பட்டிருக்கிறது. അതാകുന്നു യാക്കോബ് എഴുതിയ ലേഖനം 1ആം അധ്യായം 13-14 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നത്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. நம்முடைய சுயத்தை நொறுக்கும்படியாக அவர் எப்போது விரும்புகிறார். നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ അഥവാ സ്വയത്തെ തകർത്ത് കളയുവാൻ ദൈവം വാഞ്ചിക്കുന്നു. ഒരു കാര്യത്തിற்காக നാം ജപിക്കും போது தேவ சித்தமுണ്ട്, നമ്മുടെ സ്വന്തം വിരുപ്പവുമുണ്ട്. ഒരു വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു ദൈവഹിതവുമുണ്ട്, നമ്മുടെ സ്വന്തം ആഗ്രഹം അഥവാ ഇഷ്ടവുമുണ്ട്. ദേവസിദ്ധം നമ്മെ നിലനിൽക്കുമ്പടിയാക ചെയ്യും, ദേവസിദ്ധം നമ്മെ നൊറുക്കുകയായിരിക്കും. ദൈവഹിതം നമ്മെ നിലനിർത്തുന്നതായിരിക്കും, അതേ സമയം ദൈവഹിതം നമ്മെ തകർക്കുന്നതുമായിരിക്കും. നാം നൊറുക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് മുൻപാക ഒരു നിന്ദയാക, ഒരു അവമാനമാക ഒരുവേളை നാം കാണപ്പെടലാം. നാം തകർക്കപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയ നിന്ദയായി, ഒരു അപമാന വിഷയമായി നമുക്കത് ഭവിച്ചേക്കാം. ஆண்டவர் இந்த நொறுக்கப்பட்டதான கர்த்தராகிய இயேசு கிறிஸ்துவை എല്ലാവർക്കും മേലാക ഉയർത്തിനதாக നാം കാണുന്നു. പിതാവായ ദൈവം ഇപ്രകാരം തകർക്കപ്പെട്ട ഒരു യേശുവിനെ സകലത്തിനും മീതെ ഉന്നതമാക്കി വെച്ചതായി നാം കാണുന്നു. ദേവസിദ്ധത്തിക്ക് ഉന്നെ ഒപ്പുകൊടുത്ത് നീ തകർന്നു പോണ നൊറുക്കപ്പെട്ട എന്ന് ഒരുവേള നീ ചിന്തിച്ചു കൊണ്ടിരിക്കണം. ദൈവഹിതത്തിനായി നീ സമർപ്പിക്കപ്പെട്ട് ഞാനിങ്ങനെ തകർന്നു പോയല്ലോ എന്ന് ഒരുപക്ഷെ നീ ചിന്തിച്ചേക്കാം. ആണ്ടവരെ, എനിക്ക് ഇപ്പടി നൊറുക്കപ്പെട്ടതാണ് ഒരു നിലമൈ വന്നുവിട്ടത് എന്ന് ചിന്തിക്കണം. കർത്താവേ, ഇങ്ങനെ തകർന്നടിഞ്ഞതായ ഒരു അവസ്ഥ എനിക്കുണ്ടായല്ലോ എന്ന് നീ ചിന്തിച്ചേക്കാം. അവരെ പാർത്തവர்கள் അവരെ ഏളനം പണിനാர்கள். അവനെ കണ്ടവർ അവനെ ദുഷിപ്പാൻ ഇടയായി തീർന്നു. അവരെ പാർത്തവர்கள் അവരുടെ മുഖത്തെ തിരുപ്പിനാர்கள். അവനെ കണ്ടവർ അവരുടെ മുഖം തിരിച്ചു കളയുവാനിടയായി. അവരുടെ മുഖത്തിൽ തുപ്പിനാர்கள். അവന്റെ മുഖം നോക്കി തുപ്പുവാൻ, തലയിൽ കൊട്ടിനാர்கள். അവന്റെ തലയിൽ അടിപ്പാനിടയായി. മുൾക്കിരീടം വെച്ച് അടിത്തമർത്തിനാர்கள். മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് അടിപ്പാനിടയായി. ചാട്ടയിനാൽ അവരെ ചാട്ടവാറിനാൽ അവരുടെ മുതുകിൽ അടിത്താர்கள். ചാട്ടവാറുകൾ കൊണ്ട് യേശുവിന്റെ മുതുകിൽ എല്ലാ വിധത്തിലും ഇതാ ആണ്ടവരായ യേശു ക്രിസ്തു നൊറുക്കപ്പെട്ട് തകർക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിധത്തിലും നമ്മുടെ കർത്താവായ യേശു തകർക്കപ്പെട്ട് കൊണ്ടേയിരുന്നു. അന്ത കർത്താവായ യേശു ക്രിസ്തു, ആ കർത്താവായ യേശു ക്രിസ്തു ഇതോ പിതാവിന്റെ വലതു ഭാഗത്ത്, പിതാവിന്റെ വലതു ഭാഗത്ത് അവിടെ സിംഹാസനത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതിന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ദേവനുடைய സിദ്ധത്തിക്ക് ഉന്നെ ഒപ്പുകൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ ഹിതത്തിനായി നീ സമർപ്പിക്കുമ്പോൾ, ദേവസിദ്ധം നടന്നാൽ പോകുമെന്ന് നീ ജപിക്കുമ്പോൾ, ദൈവഹിതം എന്റെ ജീവിതത്തിൽ നടന്നാൽ മതി എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, പലരും നൊറുക്കുമ്പടിയാക ആണ്ടവർ പലരാളും നൊറുക്കുമ്പടിയാക ഒരുവേളை അനുവദിക്കണം. അനേകർ നിന്നെ തകർക്കേണ്ടതിനായി ദൈവം അനുവദിപ്പാൻ ഇടയാകും. ഉന്നെ തകർത്തവர்கள் എല്ലാവരും കാണുക. നിന്നെ തകർത്തവരെല്ലാം കൂടെ അവരുടെ എല്ലാം മുൻപാകെ ആണ്ടവരായ യേശുവെ ഉയർത്തിന അന്ത ദേവൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിയതായ അതേ ദൈവം ഉന്നെയും ഉയർത്ത പോതുമാണവനായിരിക്കണം. നിന്നെയും ഉയർത്തുവാൻ അവൻ മതിയായവനാകുന്നു. ദേവസിദ്ധത്തിക്കാக നീ നൊറുക്കപ്പെടുവാய் എന്നാൽ அந்த சித்தம் தான் நிலைநிற்கிறதாயிருக்கிறது. ദൈവഹിതത്തിനായി നീ തകർക്കപ്പെട്ടാൽ ആ ദൈവഹിതമാകുന്നു നിന്നെ ഉയർത്താൻ പോകുന്നത്. ദേവസിദ്ധത്തെ 3 പകുതിയാക പൗൽ ரோமருக்கு எழுதிய நிருபம் 12ஆம் அதிகாரம் 1-2 வசனங்களை வாசிக்கும்போது 3 പകുതിയാക പിരിത്ത് പൗൽ പേசுகிறார். ദൈവഹിതം എന്ന വിഷയത്തെ 3 വിഷയമായി പിരിച്ച് റോമാലേഖനം 12ആം അധ്യായം 1-2 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നു. ദേവനുടേതാണ് സിദ്ധത്തിൽ നന്മ ഇരിക്കുന്നത്. ഒന്നാമതായി ദൈവഹിതം നന്മയായുള്ളതാണ്. அந்த നന്മയിൽ അവർക്ക് പ്രിയം ഇരിക്കുന്നത്. ആ നന്മയിൽ അവന് പ്രസാദമായതുണ്ട്. നന്മയും പ്രിയവും പൂർണ്ണമുള്ളതാണ് ദേവസിദ്ധം എന്ന് சொல்லப்பட்டிருக்கிறது. നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം എന്ന് അവിടെ പ്രതിപാദിച്ചു. ദേവനുடைய സിദ്ധത്തിൽ എപ്പോഴും ഒരു നന്മ ഇരിക്കും. ദൈവഹിതത്തിൽ എപ്പോഴും ഒരു നന്മയുണ്ട്. നിങ്ങൾ ദേവസിദ്ധത്തിൽ ഇരുപ്പീர்கள் என்றால் உங்களுக்கு ஒரு நன்மை உங்களை பின்தொடர்ந்து கொண்டே இருக்கும். അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ദൈവഹിതത്തിൽ ഉള്ളിൽ ആയിരിക്കുന്നുവെങ്കിൽ ഒരു നന്മ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ദാവീദിനെ കുറിച്ച് നാം വാസിക്കുന്നതാണ് വേളയിൽ അപ്പോസ്തല നടപടികൾ പുസ്തകത്തിൽ അവൻ என்னுடைய சித்தத்தின்படி செய்வான் என்று தாவீதை குறித்து சொல்லப்பட்டிருக்கிறது. ദാവീദിനെ പറ്റി നാം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി
പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുന്ന പുരുഷൻ. தாவீது தேவனுடைய சித்தத்தை செய்கிறவன் என்று நாம் சொல்கிறோம். ദാവീദ് ദൈവഹിതമെല്ലാം ചെയ്യുന്ന മനുഷ്യനായി നാം കാണുന്നു. அந்த தாவீது 23ஆம் சங்கீதத்தின் கடைசி பகுதியில் தேவனிடத்தில் இந்த விதமான அந்த பாட்டு பாடும்போது, ആ ദാവീദ് 23-ാം സങ്കീർത്തനം പാടുമ്പോൾ അതിന്റെ അവസാന വാക്യത്തിൽ പ്രകാരം ചൊല്ലുന്നു, நன்மையும் கிருபையும் என்னுடைய ஆயுசு நாட்கள் எல்லாம் என்னை பின்தொடரும் என்று சொல்கிறார். നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. தேவனுடைய சித்தத்தில் நன்மை இருக்கிறது. ദൈവഹിതത്തിൽ ഒരു നന്മയുണ്ട്. நீ தேவ சித்தம் செய்கிற ஒரு தேவனுடைய பிள்ளையாய் இருப்பாய் என்றால், നീ ദൈവഹിതം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ நீ எங்கே போனாலும் நன்மை உன்னை பின்தொடர்ந்து கொண்டே இருக்கும். നീ എവിടെ പോയാലും ദൈവത്തിന്റെ നന്മ നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. நன்மையும் கருணையும் உன்னை பின்தொடர்ந்து கொண்டே இருக்கும். നന്മയും കരുണയും നിന്നെ പിന്തുടരുവാനിടയാകും. உன்னுடைய ஆயுசு நாட்களில் இந்த நன்மையை நீ அனுபவித்துக் கொண்டிருப்பாய். നിന്റെ ജീവകാലമൊക്കെയും ഈ നന്മയെ നീ അനുഭവിപ്പാനിടയാകും. தேவ சித்தத்தினால் நீ நொறுக்கப்பட்டிருக்கிறாயா? ദൈവഹിതം കൊണ്ട് ദൈവഹിതം മുഖാന്തരം നീ തകർക്കപ്പെട്ടിരിക്കുന്നുവോ? நீ தெய்வ சித்தத்தினால் நொறுக்கப்பட்டிருக்கிறாயா? നീ ദൈവഹിതം മുഖാന്തരം തകർക്കപ്പെട്ടു ஒரு പോയോ? பெரிய நன்மை ஆண்டவர் ஆயத்தப்படுத்தி வைத்திருக்கிறார். ഒരു വലിയ നന്മയെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി அந்த വെച്ചിരിക്കുകയാണ്. நன்மை உன்னுடைய கண்களால் நீ காணப் போகிறாய். ആ നന്മയെ നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് നീ കാണാൻ പോകുന്നു. தாவீதுக்கு அந்த நன்மையை காணும்படி உதவி செய்தவர். ദാവീദിന് ആ നന്മ കാണുവാൻ ഇടയാക്കിയ ദൈവം இந்த காலை வேளையில் உனக்கும் நன்மையை காணும்படியாக உதவி செய்வார். ഈ പ്രഭാതത്തിൽ നിനക്കും നന്മയെ കാണുവാനായി அந்த ഇടയാക്കും. 3 பகுதியை விளக்கும்படியாக நேரம் இல்லாதபடி நான் அடுத்த பகுதிக்கு நான் போகிறேன். ആ 3 ഭാഗത്തെ വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. யோவான் 2ஆம் அதிகாரம் 24ஆம் வசனத்தில் வாசிக்கும்போது, 1 யோவான் 2ஆம் அதிகாரம் 24ஆம் 1 യോഹന്നാൻ 2ആം അധ്യായം 24ആം വാക്യം വായിച്ചാൽ, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ஆதி முதல் கேட்டதான அதில் நீங்கள் நிலைத்திருக்க வேண்டும். ആദ്യം മുതൽ കേട്ടതായ വിഷയത്തിൽ നിങ്ങൾ വസിക്കണം. என்ன கேட்டீர்களோ அதில் நீங்கள் நிலைத்திருக்க வேண்டும். ആദ്യം മുതൽ എന്താണ് കേട്ടതോ അതിൽ നിലനിൽക്കണം. നമ്മുടെ ആദ്യ അപ്പോസ്തലന്മാർ അനേക ഉപദേശ ആത്മീക സത്യം നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമ്മുടെ പൂർവ്വകാല അപ്പോസ്തലന്മാർ അനേക ആത്മീയ വിഷയങ്ങൾ ഉപദേശമായി നമുക്ക് പറഞ്ഞു തന്നു. അനേക വിശ്വാസത്തിൻ വസനങ്ങളെ നമുക്ക് ചൊല്ലി തന്നിരിക്കുന്നു. അനേക വിശ്വാസ ഹേതുകമായ വാചകങ്ങളെ വചനങ്ങളെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പലതും നാം കേട്ടിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പലതും നാം കേട്ടിരിക്കുന്നു. കേട്ടതാണ് വിഷയത്തിൽ നാം നിലനിൽക്ക വേണം. ആ കേട്ട വിഷയത്തിൽ നാം എല്ലാവരും നിലനിൽക്കണം. ഇങ്ങേ മത്തായി 20ആം അധികാരം 30ആം വസനത്തിലേക്ക് നമ്മുടെ ഗവനത്തെ തിരുപ്പുമ്പോൾ, മത്തായി 20:30 വായിച്ചാൽ, അങ്ങ് ദാവീദ് പുത്ര നീ ഞങ്ങളോട് കരുണ ചെയ്യ വേണ്ടുമെന്ന് 2 കുരുടന്മാർ ആണ്ടവരായ യേശു ക്രിസ്തുവെ നോക്കി അവർ കൂക്കറിൽ ഇടുന്നതായി നാം കാണുന്നു. അവിടെ വഴിയിരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുമ്പോൾ, കർത്താവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നു. ഇവർ കാണവില്ല, ഇവർ കണ്ടില്ല, യേശുവെ കുറിച്ച് കേട്ടാൽ, യേശുവിനെ കുറിച്ച് കേട്ടു. കേട്ടതാണ് കാര്യത്തെ അവരുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് വിശ്വാസിത്താർ. കേട്ട കാര്യം അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നവർ വിശ്വസിച്ചു. വിശ്വാസിക്കുന്നത് மட்டுமல்ல, വിശ്വസിച്ചത് മാത്രമല്ല, ആണ്ടവരായ യേശു ക്രിസ്തു അതിൽ പോകുന്നാർ എന്ന് കേൾവിപ്പെട്ടപ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ആ വഴി കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ, അവരുടെ കണ്ണുകളെ തുറക്കവർ പോതുമാണ് അവരുടെ വിശ്വാസിത്ത് അവരെ കൂടെ അറിവിത്താർ. അവരുടെ കണ്ണുകൾ തുറക്കുവാൻ ഈ കർത്താവായ യേശു മതിയായവൻ എന്നുള്ള വിശ്വാസത്തോട് കൂടെ അവർ നിലവിളിച്ചു. എത്രയോ മുറയുടെ കണ്ണുകളിനാൽ അനേക ആശീർവാദത്തെ അത്ഭുതത്തെ നീ കണ്ടിരിക്കുകയായി. എത്രയോ പ്രാവശ്യം നിന്റെ കണ്ണുകൾ കൊണ്ട് അവന്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നീ കണ്ടു. അനേക സാക്ഷികളെ നീ കേട്ടിരിക്കുകയായി. അനേക സാക്ഷികളെ നീ കേട്ടു. അനേക ആത്മീയ ആവിക്കുரிய സത്യത്തെ നീ കേട്ടിരിക്കുകയായി. അനേക ആത്മീയ ഉപദേശങ്ങളെ നീ കേട്ടു. ആണ്ടവരായ യേശു ക്രിസ്തു വിടുതലിനെ കുറിച്ച് നീ കേട്ടിരിക്കുകയായി. യേശു ക്രിസ്തു നൽകുന്ന വിടുതലിനെ കുറിച്ച് നീ കേട്ടു. കേട്ടതിൽ നിലനിൽക്കുവാൻ മുടിയുമെന്നാൽ, നീ കേട്ടതിൽ നിലനിൽപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ, കരങ്ങളെ ഉയർത്തി ആണ്ടവരെ നോക്കി നീ കൂക്കുറലിടുവായ. ഇപ്പോൾ നിന്റെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ നോക്കി നിലവിളിക്കുക. ആണ്ടവരെ കേട്ടതിൽ നിലനിൽക്കാൻ എനിക്ക് ഉദവി ചെയ്യുക. കർത്താവേ ഇതുവരെയും ഞാൻ കേട്ട കാര്യങ്ങളിൽ നിലനിൽപ്പാൻ എന്നെ സഹായിക്കണമേ. സുഖത്തെ കുറിച്ച് കേട്ടിരിക്കുകയായി. ദൈവിക രോഗശാന്തിയെ കുറിച്ച് നീ കേട്ടിട്ടുണ്ട്. ആണ്ടവരുടെ അത്ഭുതത്തെ കുറിച്ച് കേട്ടിരിക്കുകയായി. കർത്താവിന്റെ അത്ഭുതത്തെ കുറിച്ച് നീ കേട്ടിട്ടുണ്ട്. ഉன்னுடைய தேவைகளை നിവർത്തിയാക്കുന്ന ആണ്ടവനെ കുറിച്ച് കേട്ടിരിക്കുകയായി. സകല ആവശ്യങ്ങളെ നിറവേറ്റി തരുന്നവനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ട്. 5 അപ്പത്തിനാൽ 5000ത്തെ പോഷിപ്പിച്ച യേശുവിനെ കുറിച്ച് കേട്ടിരിക്കുകയായി. 5 അപ്പം കൊണ്ട് 5000ത്തെ പോഷിപ്പിച്ച യേശു കർത്താവിനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്ത ആണ്ടവനെ കുറിച്ച് കേട്ടിരിക്കുകയായി. അബ്രഹാമിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത യേശുവിനെ കർത്താവിനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ട്. കേട്ട കാര്യത്തിൽ നീ നിലനിൽപ്പായാക. ആ കേട്ട കാര്യത്തിൽ നീ നിലനിന്നുകൊള്ളുക. ഇപ്പോൾ അതിൽ നിലനിന്ന് കർത്താവേ എനിക്ക് ഉദവി ചെയ്യുമെന്ന് சொல்வாயாக.
கண் பார்வை இல்லாதவர்கள் கேட்டதில் விசுவாசித்து ஆண்டவரை கூப்பிட ஆரம்பித்தார். ആ കുരുടന്മാർ അവർ കേട്ടതായ കാര്യത്തിൽ അവർ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ നോക്കി വിളിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ இருக்கிறது, அதுக்கு என்ன போகக்கூடிய நேரம் என்னோட முன்பாக இல்லை. ഇനി ഒന്ന് രണ്ട് വിഷയങ്ങളോട് നമ്മുടെ തലക്കെട്ടിൻ കീഴിൽ പറയുവാനുണ്ടായിരുന്നുവെങ്കിലും മുമ്പോട്ട് പോകാനുള്ള സമയമില്ല. அந்த ரெண்டு வசனத்தை உங்களுக்கு நாங்கள் வசனத்தை சொல்கிறோம், நீங்கள் அந்த பகுதியை குறித்து எடுத்துக்கொள்ளுங்கள். 6ഉം 7ഉം കാര്യങ്ങൾ രണ്ട് വചനങ്ങൾ മാത്രം പറയാം, നിങ്ങൾ അത് കുറിച്ച് എടുത്തുകൊള്ളുക. യോവാൻ 2:27 1 യോഹന്നാൻ 2:27 അഭിഷേകത്തിൽ നാം നിലനിൽക്കണം. അഭിഷേകത്തിൽ നിലനിൽക്കണം. യോവാൻ 2:28 യോഹന്നാൻ 2:28 அவர் வரும்போது அவர் வருகையில் அவர் முன்பாக நாம் வெட்கப்படாதவர்களாக நிற்க வேண்டும். അവൻ വരുമ്പോൾ അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ നാം നിലനിൽക്കണം. இந்த 7 விஷயத்தை யோவான் மிக தெளிவாக 2ஆம் அதிகாரத்தில் சுருக்கமாக சொல்லி வைத்திருக்கிறார். ഈ 7 വിഷയത്തെ യോഹന്നാൻ അപ്പോസ്തലൻ ഈ 2ആം അധ്യായത്തിൽ ചുരുക്കമായി പ്രതിപാദിച്ചിരിക്കുന്നു. இந்த கேள்விப்பட்டதான அந்த காரியத்தை குறித்து ஒரு விஷயம் கூட சொல்லி நான் இந்த வார்த்தைகளை முடிக்க விரும்புகிறேன். കേട്ടതായ കാര്യത്തെക്കുറിച്ച് ഒരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യോബ് 42ആം அதிகாரത്തിൽ ഉമ്മയെ കുറിച്ച് ഒരു വാർത്ത ഞാൻ കേൾവിപ്പെട്ടു. യോബിന്റെ പുസ്തകം 42ആം അധ്യായത്തിൽ ഇപ്രകാരം യോബ് പറയുന്നു, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. இப்போது நான் என்னுடைய கண்களினால் உம்மை காண்கிறேன். എന്നാൽ ഇപ്പോൾ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ നിന്നെ കാണുന്നു. அதனால நான் பொடியிலும் சாம்பலிலும் இருந்து நான் என்னை தாழ்த்தி உம்மை നോക്കി கொண்டிருக்கிறேன். ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. நான் അനുവർத்து കൊണ്ട് அந்த பொடியிலும் அந்த சாம்பலிலும் இருக்கிறேன். ഞാൻ എന്നെ തന്നെ വെറുത്തുകൊണ്ട് ആ പൊടിയിലും ചാരത്തിലും. யோபுடைய ജീവിതത്തെ മാറ്റിനതാണ് ഒരു പകുതി. യോബിന്റെ ജീവിതത്തെ രൂപാന്തരം വരുത്തിയതായ ഒരു ഭാഗം. അവരിൽ നിലത്തിരിക്കുന്നവர்கள் അവர்கள் കേട്ടതാണ് കാര്യത്തിൽ നിലത്തിരിപ്പാர்கள். അവനിൽ വസിക്കുന്നവർ അവനിൽ നിന്ന് കേട്ടതായ കാര്യത്തിൽ വസിക്കും. നമ്മുടെ കണ്ണുകളെ മൂടുவோம். എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. യോബുடைய എല്ലാ നഷ്ടങ്ങളെയും ആണ്ടവർ തിരികെ കൊടുക്കണം. യോബിന്റെ സകല നഷ്ടങ്ങളെയും കർത്താവ് തിരിച്ചു കൊടുക്കുകയാകുന്നു. உங்களுடைய கரங்களை உயர்த்தி நீங்கள் ஆண்டவரிடத்தில் இந்த வசனத்தை நீங்கள் அறிக்கை செய்யும்படியாக தேவனுடைய ஆவியானவர் என் மூலமாக உங்களை உணர்த்தி கொண்டிருக்கிறார். ഇന്ന് കാലം ഈ വചനത്തെ ഏറ്റുപറയേണ്ടതിന് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുവാൻ വേണ്ടി ദൈവാത്മാവ് എന്നിൽ കൂടി നിങ്ങളോട് ഉപദേശിക്കുക. യോബ് ജപിക്ക ആരംഭിക്കുകയാണ്. യോബ് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നു. തന്നെ താഴ്ത്തി ആരംഭിക്കുകയാണ്. തന്നെ താഴ്ത്തുവാൻ ആരംഭിക്കുന്നു. തന്റെ സ്നേഹിതർക്കാக ജപിക്ക ആരംഭിക്കുകയാണ്. തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നു. അവർക്കാக ബലി സെലുത്തുമ്പടിயாக ആരംഭിക്കുകയാണ്. അവർക്ക് വേണ്ടി യാഗം കഴിപ്പാൻ ആരംഭിക്കുന്നു. തന്റെ മക്കൾക്ക് മാത്രം ബലി സെലുത്തിക്കൊണ്ടിരുന്ന യോബ് இப்போது தன்னுடைய சிநேகிதர்களுக்காக அவர் கொண்டு வந்ததான அந்த பலிப்பொருளை பலி செலுத்தும்படியாக ஆண்டவரால் ஏவப்படுகிறார். ഒരു സമയത്ത് തന്റെ മക്കൾക്ക് വേണ്ടി മാത്രം യാഗം കഴിച്ചിരുന്നതായ യോബ് ഇപ്പോൾ തന്റെ സ്നേഹിതന്മാർ കൊണ്ടുവന്ന ഹോമയാഗത്തെ കഴിക്കുവാനായി അവൻ പ്രയാസപ്പെടുന്നു. തന്നെ താഴ്ത്തി ആരംഭിക്കുകയാണ്. തന്നെ താഴ്ത്തുവാൻ അവൻ ആരംഭിച്ചു. ദേവനെ കുറിച്ച് ഒരു കാര്യം കേട്ടാർ. ദൈവത്തെ കുറിച്ച്, എന്റെ കർത്താവിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം കേട്ടു. കേട്ടപ്പോൾ അവരുടെ കണ്ണുകളിനാൽ അത് കാണാൻ ആരംഭിക്കുകയാണ്. ഒരു കേൾവി മാത്രം കേട്ടപ്പോൾ ഇപ്പോൾ അത് കണ്ണുകൊണ്ട് ഞാൻ അവരെ കണ്ടപ്പോൾ അവർ താഴ്ത്തുകയാണ്. എന്നാൽ ആ ദൈവത്തെ കണ്ടപ്പോൾ അവൻ തന്നെ അവർ ബലി സെലുത്ത ആരംഭിക്കുകയാണ്. അവൻ ഹോമയാഗം കഴിക്കുവാൻ ആരംഭിച്ചു. ആണ്ടവർ അവനോട് യോബിനോട് சொல்கிறார், உன்னுடையதான முன்பளத்தை அந்த நிலவரத்தை மாற்றி இப்போது இரட்டியான ஆசீர்வாதத்தை நான் உனக்கு கட்டளையிடுகிறேன். ഇപ്പോൾ യഹോവ യോബിനോട് സംസാരിക്കുന്നു, നിന്റെ മുമ്പിലത്തെ സ്ഥിതിയേക്കാൾ നിനക്ക് ഇരട്ടി അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്തു തരുന്നു. தேவ ஆவியானவர் இங்கே உலாவிக் கொண்டிருக்கிறார். ദൈവത്തിന്റെ ആത്മാവിടെ ഉലാവിക്കൊണ്ടിരിക്കുന്നു. പല ദേവനുடைய പിള്ളേരുടെ സ്ഥിതിയെ ആണ്ടവർ മാറ്റാൻ പോകുகிறார். അനേക ദൈവമക്കളുടെ സ്ഥിതിയെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. உன்னுடைய ജീവിതത്തിൽ വലിയ വിടുതലയെ കർത്താവ് കട്ടளைയിட പോകുகிறார். നിന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ കർത്താവ് ആവിക്കുரிய ശരീരപ്രകാരமாக ആണ്ടവർ உனக்காக பெரிய காரியத்தை செய்ய போகிறார். ആത്മീകമായും ശാരീരികമായും വലിയ കാര്യങ്ങൾ ദൈവം തങ്ങളെ താഴ്ത്തി ഒപ്പുകൊടുக்கிறீர்களோ, ഈ സമയത്ത് ആരെല്ലാം തങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നുവോ, അവர்கள் കേട്ട കാര്യത്തിൽ யாரெல்லாம் நிலைநிற்கிறீர்களோ, അവർ നിങ്ങൾ കേട്ടതായ വിഷയങ്ങളിൽ ആരെല്ലാം നിലനിൽപ്പാൻ ആഗ്രഹിക്കുന്നുവോ, ഉங்கள் മേൽ ഒരു ദേവ വല്ലമൈ இப்போது வரப்போகிறது. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ഒരു ദൈവശക്തി ഇറങ്ങി വരാൻ പോകുന്നു. ദേവ വല്ലമൈ ഉங்கள் മേൽ வரப்போகிறது. ദൈവശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. നന്മയും കൃപയും ഉങ്ങളെ പിന്തുടരப் പോകുகிறது. നന്മയും കരുണയും നിങ്ങളെ നിശ്ചയമായും പിന്തുടരും. ഉന്നോട് പോരാടിനതാണ് அந்த വല്ലമയെ ആണ്ടവർ இப்போதே കടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്നോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തിയെ കർത്താവ് ഇപ്പോൾ തന്നെ ശാസിക്കുന്നു. ദേവ വചനം ഉടലിൽ നിലകൊണ്ടിരിക്കുന്നത്. ദൈവ വചനം നിന്നിൽ നിലനിൽക്കുന്നു. വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വചനം നിന്നിൽ വ്യാപരിക്കുന്നു. അനേക ഹൃദയത്തിലുള്ള அந்த വചനത്തിന് വല്ലമൈ இப்போதே ക്രിയ ചെയ്യുന്നത്. അനേകരുടെ ഹൃദയത്തിനുള്ളിൽ ആ വചനം ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിനാൽ അറിക്കை ചെയ്യുക. വിശ്വാസത്തോടെ ആ വചനം ഏറ്റുപറയുക. ദേവ
மகிமையை காண்போம். നീ ദൈവത്തിന്റെ മഹത്വം കാണും. நான் தேவனுடைய மகிமையை காண்போம். ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണും. கர்த்தராகிய இயேசு வரும்போது യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ அவருக்கு முன்பாக நிற்க வெட்கப்படாமல் இருக்கும்படி എന്റെ യേശുവിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ ലജ്ജിച്ചു പോകാതെ அவரில் நாம் நிலைத்திருப்போம். ഞാൻ അവനെ പോലെ മാറും. அவரில் நிலைத்திருப்போம். അവനിൽ ഞാൻ നിലനിൽക്കും. அதற்காகவே அழைக்கப்பட்டிருக்கிறோம். അതിനുവേണ്ടിയാണ് ഞാൻ அதற்காக ஒரு വിളിക്കപ്പെട്ടിരിക്കുന്നത്. அபிஷேகத்தை தேவன் உனக்கு അതിനുവേണ്ടി தருகிறார். ഒരു അഭിഷേകം ഇപ്പോൾ ദൈവം നിനക്ക് തരുന്നു. பாட்டு பாடுவதற்கு முன்பாக പാട്ട് പാടുന്നതിന് മുമ്പ് தேவ வல்லமை பலரில் தொட்டு கொண்டிருக்கிறார். ദൈവശക്തി അനേകരെ തൊട്ടിരിക്കുന്നു. அபிஷேகத்தால் நிறைந்து கொண்டு தேவனை மகிமைப்படுத்தும். അഭിഷേകത്തിൽ